السلام. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. بسم الله ربي الله حسبي الله توكلت على الله اعتصمت بالله فوضت أمري إلى الله ما شاء الله لا قوة إلا بالله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. نصيبك مما تجمع الدهر كله بداءان تدرج فيهما ما حنوت وما المال والأهلون إلا ودائع وكل وديع لا محالة زائل. ഏറെ ബഹുമാന്യരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളെ, സ്നേഹധന്യരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഉമ്മതന്യന്മാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂടെ അള്ളാന്റെ സ്വർഗത്തിലും സന്തോഷത്തോടെ സംഗമിക്കാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ മസ്ജിദിനെയും അനുബന്ധമായ ദീനി സംവിധാനങ്ങൾ, പ്രവർത്തനങ്ങൾ, അതിനെയൊക്കെ തുടക്കം മുതലേ സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ പലരുമുണ്ട്. അല്ലാഹുവേ, അവരെയൊക്കെയും നീ സഹായിക്കണമേ റബ്ബേ. ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ വിജയവും അവർക്കൊക്കെയും നീ വിധിക്കണമേ തമ്പുരാനെ. നീ അല്ലാതൊരു ഉറപ്പ് ഞങ്ങൾക്കില്ല. നിന്നോടല്ലാതെ റബ്ബേ മറ്റൊരാളോടും ഞങ്ങൾക്ക് തേടാനില്ല. ആത്മീയമായ ലക്ഷ്യത്തോടുകൂടെയാണ് ഞങ്ങളുടെ ഈ സംഗമം. ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ നിന്നോട് തേടുകയാണല്ലാഹ്. ഇജാബത്തുള്ള മജാലിസിൽ ഈ മജ്ലിസിനെ ഉൾപ്പെടുത്തണമേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബിന്റെ ഹലാലായ അഭിലാഷങ്ങളൊക്കെയും നിറവേറാൻ ഇത് നിമിത്തമാക്കണേ അല്ലാഹ്. ഇതിനായി ഞങ്ങൾ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും ദുനിയാവിൽ ഞങ്ങൾക്ക് വലിയ ബറക്കത്ത് കിട്ടാനും പരലോകത്ത് പ്രയാസങ്ങളില്ലാതെ മഹാന്മാരുടെ കൂടെ സ്വർഗത്തിലെത്തിച്ചേരാനും കാരണമാക്കണേ അല്ലാഹ്. ഇത് ഖബൂലാക്കണേ അല്ലാഹ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
അൽഹംദുലില്ലാഹ്. ഗ്ലാസ്സിനപ്പുറമുള്ളവർക്ക് കുറച്ച് മണി ഇങ്ങോട്ട് കയറിയിരിക്കാൻ ബുദ്ധിമുട്ടാവോ? ഒന്നിങ്ങോട്ട് പോരി ഇൻഷാ അല്ലാഹ്. ഒരു മജ്ലിസാണല്ലോ, അല്ലാഹു അതിൻ്റെ എല്ലാ ഹുർമത്തും നമുക്ക് തരട്ടെ. ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വരി ഇൻഷാ അല്ലാഹ്. ഒരു മജ്ലിസിന് അതിൻ്റെതായൊരു അദബും അന്തസ്സൊക്കെ ഉണ്ടല്ലോ. ചെറുപ്പക്കാരൊക്കെ എണീച്ച് പോരി ഇൻഷാ അല്ലാഹ്. കാരണം ഈ മജ്ലിസ് എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയൊന്നുമല്ല. അത് വലിയ മുതൽക്കൂട്ടാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. വർഷങ്ങളായി നമ്മുടെ ഈ കൊച്ചു പ്രദേശത്ത് ഈ മസ്ജിദ് കേന്ദ്രീകരിച്ച് ജലാലിയ റത്തീബിന്റെ വാർഷികം നാടിൻ്റെ ഒരു ആഘോഷം പോലെ തന്നെ വളരെ മനോഹരമായി നടത്തി വരികയാണ്. യജമാനനായ റബ്ബ് അതിൻ്റെ എല്ലാ ബറക്കത്തും നമുക്കെല്ലാവർക്കും നൽകട്ടെ. മഹാന്മാർ നമുക്ക് രചിച്ചു തന്ന അതിമഹത്തായ റാത്തീബ് ചൊല്ലിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? നമ്മൾ ചെയ്യുന്ന കാര്യം മനമുരുകി നമ്മുടെ കാര്യങ്ങൾ റബ്ബിനോട് പറഞ്ഞ് ദുആ ചെയ്യും. ദുആ ചെറിയ സംഗതിയല്ല. അത് മജ്ലിസിൽ നിന്നാകുമ്പോൾ അതിന്റെ മാറ്റം കൂടും. ദുആ ഒറ്റക്കാണെങ്കിലും മജ്ലിസിലാണെങ്കിലും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. ഹബീബായ നബിയോട് ഇലാഹായ റബ്ബ് പറയുന്നുണ്ട്, നബിയെ അവരോട് നിങ്ങൾ ചോദിക്കണം, പറയണം. മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. ദുആ ഇല്ലെങ്കിൽ എന്റെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പരിഗണന കിട്ടാനാണ്? അപ്പോൾ നിങ്ങൾക്ക് യജമാനനായ റബ്ബിൽ നിന്ന് പരിഗണന കിട്ടണോ? നിങ്ങൾ ദുആ ചെയ്യുന്നവരാവണം. ഇനി ശ്രദ്ധിക്കുക, ആ ദുആ സദസ്സിൽ വെച്ചാകുമ്പോൾ സ്വർഗത്തിൽ പോലും ആ സദസ്സിൽ വെച്ച് പറഞ്ഞ ആമീൻ വലിയ ചർച്ചയാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. മഴയുണ്ടെങ്കിലും കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും ജല്ല ജലാലായ റബ്ബിന്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടിയവരെ, നമ്മൾ ഈ ഒരുമിച്ച് കൂടി പറയുന്ന ആമീനുണ്ടല്ലോ, ഇവിടെ വെച്ച് നടത്തപ്പെടുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, തീർച്ചയായും സ്വർഗത്തിൽ അത് വലിയ ചർച്ചയാകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലരും പരലോകത്ത് രക്ഷപ്പെടുന്നത് മജ്ലിസിൽ വെച്ച് പറഞ്ഞ ആമീനുകൾ കൊണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന അഹ്ലൽ ജന്ന ഇദാ ദഖലുൽ ജന്ന ഫയഷ്താഖു ബഅ്ദുഹും ബഅ്ദാ. ശ്രദ്ധിക്കണം, ഈ ഹദീസ് ശ്രദ്ധിക്കണം. റസൂൽ പറയാണ്, മഹ്ശറയിൽ വെച്ച് വിചാരണയൊക്കെ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് എത്തേണ്ടവരൊക്കെ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ, പടച്ചോനെ റബ്ബേ, ഇത് പറയാൻ മാത്രല്ല അനുഭവിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനെ മജ്ലിസിൽ കാരണമാക്കണേ അല്ലാഹ്. അതിശക്തമായ വിചാരണ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. സ്വർഗ്ഗക്കാരതാ സ്വർഗത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് സഹോദര സഹോദരി ഫയഷ്താഖു ബഅ്ദുഹും ബഅ്ദാ. അവിടുന്ന് ചിലർക്ക് ചിലരെ കാണാൻ ഒരു കൊതി വരും, ആഗ്രഹം വരും. പടച്ചോനെ, ആ മോഹത്ത് വളമതിൽ കണ്ടെത്താടിയിൽ ഇങ്ങനെ നടക്കുന്ന ദീനിയായ പ്രവർത്തനങ്ങളിലൊക്കെ എൻ്റെ കൂടെ സജീവമായി ഉണ്ടായിരുന്ന ഇതൊരു സുഹൃത്തുണ്ടായിരുന്നല്ലോ, ഇപ്പൊ എവിടെയാണാവോ ഒന്ന് കാണണമെന്ന കൊതി, ആഗ്രഹം വരികയാണ്. എവിടുന്ന്? സ്വർഗത്തിൽ നിന്ന്. അപ്പോഴത്തേക്ക് സുബ്ഹാനല്ലാഹ് ഫയസീറു സരീറു ഹാദാ ഇലാ സരീരി ഹാദാ.
ഇവൻ കിടക്കുന്ന കട്ടിൽ ഇവനെയുമായി അവന്റെ അടുത്തേക്ക് പറന്നു ചെല്ലുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോയി ഏതെങ്കിലുമൊക്കെ കാറിൽ കയറി പോണ്ട കാര്യമൊന്നുമില്ല. കട്ടിൽ നിന്ന് എന്ത് ചെയ്യും? പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി പാറുമേ പറയണ്ട. പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി പാറുമേ പറയണ്ട. എന്റെ ഇന്നാലിന്നെ കൂട്ടുകാരനെ സ്നേഹിതനെ ഒന്ന് കാണണമെന്ന് മനസ്സിൽ ഒരു കൊതി തോന്നിയാൽ മതി, അപ്പോഴത്തേക്ക് കട്ടിൽ ഇവനെയുമായി പറക്കും. അല്ലെങ്കിലും സ്വർഗത്തിൽ പലരും കട്ടിലുകൾക്ക് മുകളിലായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകൾ മുഖറബീങ്ങൾ, അവരെ അലാ സുറൂരിൻ മൗദൂന മുത്തഖീന അലൈഹാ മുതഖാബിലീൻ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വബാരീക വകസിം മിൻ മഈൻ. പരിചയല്ലേ ആയത്ത്? ഈ ആയത്ത് പരിചയല്ലേ? ഏത് സൂറത്തിലാ? ഏത് സൂറത്തിലാ? അലാ സുറൂരിൻ മൗദൂന മുത്തഖീന അലൈഹാ മുതഖാബിലീൻ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വബാരീക വകസിം മിൻ മഈൻ. ഏത് സൂറത്താ? യാസീനോ? സൂറത്തുൽ വാഖിയ. മരണം വരെ മുടങ്ങാതെ ഓതാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ രാത്രിയിലും ഓതാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ദുനിയാവിന്റെ എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാ രാത്രിയിലും ഈ സൂറത്ത് ഒരു തവണ ഓതിക്കോളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. من قرأ سورة الواقعة كل ليلة لم تصبه فاقة أبدا. എല്ലാ രാത്രിയിലും ഒരാൾ ഈ സൂറത്ത് ഒരു തവണ ഓതിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യങ്ങളിൽ നിന്നും ഇലാഹായ റബ്ബയാൾക്ക് രക്ഷ നൽകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോ പകലന്തിയോളം ജോലി ചെയ്യുന്നത് ദാരിദ്ര്യം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും പലരും ടെൻഷൻ അടിച്ച് ഏർപ്പാടുകളും ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് അതിനു വേണ്ടിയാണ്. എങ്കിൽ ദിവസത്തിൽ 5 മിനിറ്റ് പ്രിയപ്പെട്ട മുഅ്മിനെ 5 മിനിറ്റ് ഇലാഹായ റബ്ബിന്റെ കൽപ്പന പ്രകാരം ഹബീബായ നബി തങ്ങൾ നമ്മോട് പറഞ്ഞ ഈ സൂറത്ത് പാരായണം ചെയ്താലോ ദാരിദ്ര്യത്തിന്റെ വഴികൾ അടഞ്ഞു പോകുന്നതാണ്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഒരു ദിവസത്തിൽ നമുക്ക് എത്ര മിനിറ്റ് ഉണ്ട്? ഒരു ദിവസത്തിൽ എത്ര മിനിറ്റ് ഉണ്ട്? കേൾക്കണില്ലേ? മനസ്സിലാവില്ലേ? ഒരു ദിവസത്തിൽ എത്ര മിനിറ്റ് ഉണ്ട്? എന്താ പോട്ടെ. ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂർ. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? ഒരു മണിക്കൂർ 24 മിനിറ്റോ? 60 മിനിറ്റ്. 24 × 60. 24 × 60 കാൽക്കുലേറ്റർ എടുക്കണോ റബ്ബേ? 1440 മിനിറ്റാണ് ഒരു ദിവസത്തിൽ നമുക്കുള്ളത്. 1440 മിനിറ്റ്. ഈ 1440 മിനിറ്റിൽ പ്രിയപ്പെട്ടവരെ 5 മിനിറ്റ് എല്ലാ ദിവസവും സൂറത്തുൽ വാഖിയ ഓതാൻ വേണ്ടി നീക്കി വെച്ചാൽ മുസ്തഫായ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മളെ മകൻ ഗൾഫിലേക്ക് പോയി, ജോലി ശരിയായില്ല, വലിയ ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രയാസം, വിഷമങ്ങൾ. ഇതിങ്ങനെ പറയുമ്പോൾ ഒരിക്കലെങ്കിലും മോനെ നീ ഒരു കാര്യം ചെയ്യേ, എല്ലാ ദിവസവും ആ സൂറത്തുൽ വാഖിയൊന്നും മുടങ്ങാതെ ഓത് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇതിനൊക്കെ ആത്യന്തികമായി അടിസ്ഥാനപരമായി ശരിക്കുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ എന്തേ അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയാത്തത്? ഇത് അള്ളാന്റെ ഹബീബ് പറഞ്ഞതല്ലേ, من قرأ سورة الواقعة كل ليلة لم تصبه فاقة أبدا. എല്ലാ രാത്രിയിലും ഒരാൾ സൂറത്തുൽ വാഖിയ ഓതിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യങ്ങളിൽ നിന്നും ഇലാഹായ റബ്ബ് അയാൾക്ക് മോചനം നൽകുന്നതാണ്. ദാരിദ്ര്യം അയാൾക്ക് പിടിപെടുന്നതല്ല. ഖാല റസൂലുള്ളാഹി അള്ളാഹു മരണം വരെ അതൊക്കെ പതിവാക്കാനുള്ള ഒരു തൗഫീഖ് നമുക്ക് തരട്ടെ. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. ഏതായാലും ആ സൂറത്തുൽ വാഖിയയിലൂടെ അള്ളാഹു പറയാണ് മുഖർറബീങ്ങളെ കുറിച്ച്. ഇലാഹായ റബ്ബുമായി ഏറ്റവും വലിയ ബന്ധമുള്ള ആളുകളെ കുറിച്ച് പറയുകയാണ്. അവരെ സ്വർണ്ണ നൂൽ കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ മനോഹരമായ കട്ടിലുകൾക്ക് മുകളിലാണ്. സരീർ എന്നതിന്റെ പ്ലൂരലാണ്, ബഹുവചനമാണ് സുറൂർ. അവരെ അലാ സൂരിൻ മൗദൂന, സ്വർണ്ണ നൂൽ കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ മനോഹരമായ കട്ടിലുകൾക്ക് മുകളിലാണ്. തകീന അലൈഹാ മുതഖാബിലീൻ, ആ കട്ടിലുകളിൽ പരസ്പരം അഭിമുഖമായി സംസാരിച്ചുകൊണ്ട് അവരങ്ങനെ ചാരി കിടക്കുകയാണ്, ഉല്ലാസത്തിലാണ്. യതുഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, യതുഫു അലൈഹിം, അവരെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിൽദാനും മുഖല്ലദൂൻ, സ്വർഗത്തിൽ സ്ഥിരവാസക്കാരായ കൗമാരപ്രായമുള്ള മക്കൾ. വെറും കൈയോടെയല്ല, വെറും കൈയോടെയല്ല. ബിഅക്വാബിൻ വബാരീക വകൽസിം മിൻ മഈൻ, നല്ല കള്ളുകളുടെ പാനപാത്രങ്ങളുമായി, പൂച്ചകളുമായി, കോപ്പകളുമായി ഏത് തരത്തിലുള്ള മദ്യമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ച് അവരങ്ങനെ ഇവരെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വലിയ സന്തോഷത്തിലാണ്, വലിയ ഹാപ്പിയില. അപ്പോഴാണ് പഠിച്ചോനെ എൻ്റെ ഇന്നാലിൻ്റെ ഒരു സുഹൃത്തുണ്ടല്ലോ, കൂട്ടുകാരനുണ്ടല്ലോ, ദീനീ കാര്യങ്ങൾക്കൊക്കെ എൻ്റെ കൂടെ അവനുണ്ടായിരുന്നല്ലോ, അവനിപ്പോ എവിടെ പഠിച്ചോനെ, ഒന്ന് കാണണല്ലോ എന്നൊരാഗ്രഹം. അപ്പോഴത്തേക്ക് ഇവന്റെ ഈ കട്ടിൽ ഇവനെയുമായി പറന്നു പോവുകയാണ്, അവന്റെ അടുത്ത് എത്തുകയാണ്. രണ്ടുപേരും ഒരുമിച്ച് കണ്ടുമുട്ടും, ഒരുമിച്ച് കൂടും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവർ പരസ്പരം സലാം പറഞ്ഞു, അവര് മുസ്താഫഹത്ത് ചെയ്തു, അവര് മുആനഖത്ത് ചെയ്തു. എന്നിട്ട് അവരാ സ്വർഗത്തിന്റെ മഹാ അത്ഭുതങ്ങളെ കുറിച്ച് ചർച്ച നടത്തും. അങ്ങനെ സ്വർഗത്തിന്റെ ചർച്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവരുടെ ചർച്ച ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനിപ്പോ ദുനിയാവിന്റെ കാര്യമൊക്കെ സ്വർഗത്തിലെത്തിയ ഓർമ്മ ഉണ്ടാവുമോ? സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ ദുനിയാവിന്റെ കാര്യം ഓർമ്മ ഉണ്ടാവുമോ? ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവും. നിങ്ങൾ വിചാരിച്ചോ, നമ്മളിപ്പോ ഇവിടുന്ന് ഖബറിലേക്ക് എത്തുമ്പോഴത്തേക്ക് ദുനിയാവ് മൊത്തം മറക്കുക, ഖബറിന്ന് മഹ്ശറയിൽ എത്തുമ്പോഴത്തേക്ക് ഖബറ് മൊത്തം മറന്നു പോവുക, മഹ്ശറയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് മഹ്ശറ മൊത്തം മറന്നു പോവുക, അങ്ങനെയാണോ? ഏതുപോലെ ആലമുൽ അർവാഹ് കഴിഞ്ഞു, അത് നമ്മൾ മറന്നു. പിന്നെ ആലമുൽ അർഹം, ഗർഭാശയ ലോകം കഴിഞ്ഞു, ആ ലോകത്ത് നമ്മളൊക്കെ ഉണ്ടായിരുന്നു. ആലമുൽ ദുനിയയിൽ എത്തിയപ്പോൾ ആലമുൽ അർഹം, ഗർഭാശയ ലോകം നമ്മൾ മറന്നില്ലേ? ഓർമ്മയുണ്ടോ? ഉമ്മയുടെ വയറ്റിൽ കടന്ന കാലഘട്ടം ഓർമ്മയുള്ളവരാരെ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? എന്തേ 5-ാം മാസം ഉണ്ടായി, എന്തേ 6-ാം മാസം ഉണ്ടായി, വല്ലതും ഓർമ്മയുണ്ടോ? ഒന്നും ഓർമ്മയില്ല.
ആലമുദ്ദുനിയയിലെത്തിയപ്പോൾ ആലമുൽ അർഹാമും ആലമുൽ അർവാഹും ഒക്കെ മറന്നുപോയി എന്നതുപോലെ ഇനി ആലമുദ്ദുനിയയിൽ നിന്ന് ഈ ദുനിയാവിൽ നിന്ന് ഖബറിലെത്തിയാൽ ദുനിയാവിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ മറക്കുമെന്ന് വിചാരിച്ചോ? മറന്നുവോ? മറക്കൂല. ഖബറിന്റെ അദാബിനെ കുറിച്ച് ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ വിശദീകരിക്കവേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയേ അതുറദ്ദു ഖൂലുനാ ഫീ ഖുബൂരിനാ യാ റസൂലല്ലാഹ്. അല്ല നബിയേ, അതിന് ഞങ്ങൾ ഖബറിലെത്തിയാൽ ഈ ബുദ്ധിയൊക്കെ തിരിച്ചു കിട്ടുമോ? ഇവിടെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവുമോ? അതിന്റെ ഹബീബായ നബി തങ്ങളുടെ മറുപടി, ഉമറേ, ഒരാൾ മരണപ്പെട്ട ഖബറിലെത്തിയാലും ദുനിയാവിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഓർമ്മയുണ്ടാകും ഉമറേ. കമാ മളാ മിൻകൽ യൗം. ഇന്നത്തെ ഈ ദിവസത്തിൽ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ എപ്രകാരം നീ ഓർക്കുന്നുവോ അതുപോലെ ഖബറിലെത്തിയാൽ ദുനിയാവിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെയും ഓർമ്മയുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നല്ലത് ഓർക്കാൻ തൗഫീഖ് തരട്ടെ. അതിന് നല്ലത് ചെയ്യണം, നന്മയിലായി ജീവിതം ചെലവഴിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്ന കാര്യമാണ്, സ്വർഗത്തിൽ നിന്ന് കൂട്ടുകാരന്മാർ തമ്മിൽ കണ്ടുമുട്ടി അവര് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. ഇനി ശ്രദ്ധിക്കണേ, അത് പറയാനാകുമ്പോ ഞാൻ ഒക്കെ പറഞ്ഞു കൊണ്ടുവന്നത്. ഇനി ഫയഖൂലു അഹദുഹുമാ ലിസ്വാഹിബിഹി, ദുനിയാവിന്റെ കാര്യം ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഒരാൾ മറ്റേയാളോട് ചോദിക്കുമത്രേ, എടോ മതാ ഗഫറല്ലാഹു ലനാ, രണ്ട് കൂട്ടുകാരന്മാര് തമ്മിൽ കണ്ടുമുട്ടിയതല്ലേ, അവർ ദുനിയാവിന്റെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അതിൽ ഒരാൾ മറ്റേയാളോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, അല്ല സഹോദരാ, അതഅലമു മതാ ഗഫറല്ലാഹു ലനാ, അല്ല നമ്മുടെ ദോഷങ്ങളൊക്കെയും എപ്പോഴാണ് അല്ലാഹു മാപ്പാക്കി തന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അറിയുമോ? സംഗതി കുറെ നന്മകളൊക്കെ നമ്മൾ ചെയ്തിരുന്നെങ്കിലും നമ്മൾ ചില തിന്മകളും ചെയ്തിരുന്നല്ലോ. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത, പൊരുത്തല്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് സംഭവിച്ചിരുന്നല്ലോ. എന്തൊരു തെറ്റൊരാൾ ചെയ്താലും അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, അതയാളെ കാണിക്കപ്പെടുമെന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. പക്ഷെ നമ്മൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ നമ്മൾ അനുഭവിച്ചിട്ടില്ലല്ലോ. എപ്പോഴാണ് നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു മാപ്പാക്കി തന്നത് ഓർമ്മയുണ്ടോ? അപ്പോൾ ആ സ്നേഹിതന്റെ മറുപടി, അതേ, എനിക്ക് ഓർമ്മയുണ്ട്. എപ്പോഴാണ് ദോഷങ്ങൾ അല്ലാഹു മാപ്പാക്കി തന്നതെന്ന് എനിക്കറിയാം. എങ്കിൽ പറ, എപ്പോഴാ നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു മാപ്പാക്കി തന്നത്? അതിന്റെ മറുപടി ഇങ്ങനെയാണ്. മറുപടി, സഹോദരാ, യൗമ കുന്നാ ഫീ മജ്ലിസി കദാ വകദാ ഫദഅൂന അല്ലാഹ ഫഗഫറല്ലാഹു ലനാ. അല്ല സഹോദരാ, നിനക്ക് ഓർമ്മയില്ലേ, ഒരിക്കൽ ഇന്ന ഒരു മജ്ലിസിൽ നമ്മൾ പങ്കെടുത്തു. അതൊരു സ്വലാത്തിന്റെ മജ്ലിസാണ്, അതൊരു റാത്തീബിന്റെ മജ്ലിസാണ്, അതൊരു ഖുർആന്റെ മജ്ലിസാണ്. അങ്ങനെ ആ മജ്ലിസിൽ നിന്ന് ഇലാഹായ റബ്ബിനോട് നമ്മൾ ദുആ ചെയ്തല്ലോ. ഒരാൾ അല്ലാഹുവിനോട്, റബ്ബേ, ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും മാപ്പാക്കി തരണമേ എന്ന് ദുആ ചെയ്തപ്പോൾ ആ സദസ്സിലുള്ളവരെല്ലാവരും കൂടെ ആമീൻ, അല്ലാഹുവേ ഈ ദുആക്ക് ഇജാബത്ത് നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് അവരും ആ പ്രാർത്ഥനയിൽ പങ്കാളികളായി. എല്ലാവരുടെയും ദോഷങ്ങൾ പുറത്തു തരണേ എന്ന് ഒരു മജ്ലിസിൽ വെച്ച് ദുആ ചെയ്തപ്പോ എല്ലാരും അതിന് ആമീൻ പറഞ്ഞു. എടാ, എന്റെയും നിന്റെയും ആമീന് അന്ന് അത്ര വലിയ നിലയും വരിയൊന്നുമില്ലെങ്കിലും ആമീന് നല്ല നിലയും വരിയുള്ള ചില ആളുകൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ ആമീൻ അല്ലാഹുവിന് തട്ടാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്
അവരുടെ ആ പ്രാർത്ഥനയുണ്ടല്ലോ, ആ മജ്‌ലിസിൽ വെച്ച് നടത്തിയ ദുആ ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഏറ്റവും വലിയ രക്ഷയായതെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മജ്‌ലിസിൽ പങ്കെടുക്കാൻ തൗഫീഖ് കിട്ടിയതിന് ഇലാഹായ റബ്ബിനെ അവർ സ്തുതിക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറയുന്നുണ്ട്. ഈ ചർച്ച സ്വർഗത്തിലെ ഈ ചർച്ച നരകക്കാര് കട്ടുകേൾക്കും. എന്നിട്ട് അവര് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പറയും, അല്ലാഹ് പടച്ചോനെ റഹ്മാനായ റബ്ബേ, ദുനിയാവിൽ ഇങ്ങനെയുള്ള എത്രയും നല്ല നല്ല മജ്‌ലിസുകൾ ഉണ്ടായിരുന്നു, അതിലൊന്നും കൂടാനൊരു അവസരം ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. ഇലാഹായ റബ്ബേ, ഇനി ഞങ്ങളെ ദുനിയാവിലേക്ക് നീ മടക്കി അയച്ചാൽ ഞങ്ങളുടെ ശ്രമങ്ങൾ മുഴുവനും ഇങ്ങനെയുള്ള മജ്‌ലിസിൽ പങ്കെടുക്കാനായിരിക്കും. അല്ലാഹ്, ദുനിയാവിലേക്ക് ഞങ്ങളെ ഒന്ന് മടക്കണമെന്ന് നരകക്കാര് പൊട്ടിക്കരഞ്ഞ് പടച്ച റബ്ബിനോട് അപേക്ഷിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ എന്തിനാണ് പറഞ്ഞതെന്നറിയോ? ഇങ്ങനെയുള്ള മജ്‌ലിസ് അതിൻ്റെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഉൾക്കൊള്ളണം, ഉപയോഗപ്പെടുത്തണം. ഇവിടെയുള്ള ഓരോ ആമീനുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നാളെ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ നമുക്ക് ചർച്ചയാക്കാൻ പറ്റിയ ആമീനാവണം. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമ്മളെ സ്വർഗ്ഗക്കാരിൽ പെടുത്തി തരട്ടെ. മിനേ മുഅ്മിനേ ഖംസത്തും മിൻ അലാമി അഹ്ലിൽ ജന്ന. ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, ഖംസത്തും മിൻ അലാമി അഹ്ലിൽ ജന്ന. 5 സ്വഭാവ ഗുണങ്ങളുണ്ട്, അത് സ്വർഗ്ഗക്കാരുടെ അലാമത്തിൽപ്പെട്ടതാണ്. ആ സ്വർഗ്ഗക്കാരുടെ ഗുണങ്ങളുള്ളവരായി നമ്മൾ മാറണം. ഖംസത്തുൻ മിൻ അലാമി അഹ്ലിൽ ജന്ന, 5 സ്വഭാവ ഗുണങ്ങൾ, അത് സ്വർഗ്ഗക്കാരുടെ അടയാളങ്ങളിൽ പെട്ടതാണ്. അല്ലാഹുവേ, നീ തൗഫീഖ് തരണേ റബ്ബേ. ഏതൊക്കെയാണ് 5 ഗുണങ്ങൾ? 1 വജ്ഹുൻ ഹസനുൻ, പ്രസന്നമായ മുഖമാണ്. 2 വഖൽബുൻ റഹീം, കരുണയുള്ള ഹൃദയമാണ്. 3-ാമത്തേത് വലിസാനുൽ ലതീഫുൻ, മറ്റൊരാളുടെയും ഹൃദയത്തിന് മുറിവേൽക്കാത്ത വിധം വളരെ മൃദുവായി സംസാരിക്കുന്ന നാവാണ്. റത്ബും മിൻ ദിക്രില്ലാഹ്, ദിക്റുല്ലാഹി കൊണ്ട് പച്ചയായ നാവ്. 4-ാമത്തേത് വജ്തിനാബുൽ മഹാരിമി, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കലാണ്. 5-ാമത്തേത് ഖുലുഖുൻ ഹസനുൻ, സ്വഭാവമാണ്. ഇത് സ്വർഗ്ഗക്കാരുടെ അലാമത്താണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അതൊക്കെ ആ ഗുണങ്ങളൊക്കെ ഉള്ളവരിൽ നമ്മൾ പെടുത്തി തരട്ടെ. 1 വജ്ഹുൻ ഹസനുൻ, പ്രസന്നമായ മുഖം. പ്രസന്നമായ മുഖം എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് وَذَا الَّذِي يَشْفَعُ عِندَهُ إِلَّا بِإِذْنِهِ يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ وَلَا يُحِيطُونَ بِشَيْءٍ مِّنْ عِلْمِهِ إِلَّا بِمَا شَاءَ وَسِعَ كُرْسِيُّهُ السَّمَاوَاتِ وَالْأَرْضَ وَلَا يَئُودُهُ حِفْظُهُمَا وَهُوَ الْعَلِيُّ الْعَظِيمُ. ഇലാഹായ റബ്ബേ, ഇജാബത്തുള്ള മജാലിസിൽ നമ്മുടെ മജ്‌ലിസിനെ ഉൾപ്പെടുത്തട്ടെ. മുഅ്മിനീങ്ങളെ, സ്വർഗ്ഗക്കാരുടെ അലാമത്ത് 1 വജ്ഹുൻ ഹസനുൻ, പ്രസന്നമായ മുഖം. പ്രസന്നമായ മുഖം. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോഴത്തേക്ക് ആകെ മുഖം വീർപ്പിച്ച്, മുഖം കനപ്പിച്ച്, ദേഷ്യത്തോടുകൂടെ നിൽക്കുക, പെരുമാറുക, അത് സ്വർഗ്ഗക്കാരുടെ അലാമത്തിൽപ്പെട്ടതല്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു മുഅ്മിനെ കാണുമ്പോൾ മുഖപ്രസന്നതയോടുകൂടെ അവനെ അഭിമുഖീകരിക്കുന്നത് പോലും സ്വതക്കയാണ്. അത് റബ്ബിന്റെ അടുക്കൽ കൂലി കിട്ടുന്ന കാര്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഖപ്രസന്നതയോടുകൂടെ അവന്റെ കൈയൊന്ന് പിടിച്ചു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്.
ഈ ഒരു കാര്യത്തിന് അള്ളാഹു നൽകുന്നൊരു പ്രതിഫലം എത്രയാ? ഇന്നൽ മുഅ്മിന ഇദാ ലഖിയ അഖാഹു ഫസാഫഹു ഫസല്ലമഹു നസലത് അലൈഹിം മിഅതു റഹ്മാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനായ ഒരാൾ തന്റെ സഹോദരനെ കണ്ടുമുട്ടുകയാണ്, ഒന്ന് കൈപിടിച്ച് സലാം പറയുകയാണ്. സലാം പറഞ്ഞവർ പിരിയുന്നുവെങ്കിൽ അതിനിടയിൽ അവർക്കിടയിൽ അല്ലാഹുവിന്റെ നൂറ് കാരുണ്യം വർഷിക്കുന്നതാണ്. അപ്പൊ ആ ഒരു ബന്ധത്തിന്, ആ ഒരു സ്നേഹപ്രകടനത്തിന്, ആ ഒരു പരസ്പര മുഖപ്രസന്നതയോടുകൂടെ അവർ തമ്മിൽ സംസാരിക്കുന്നതിന് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് നസലത്ത് ബൈനഹും മിഅതു റഹ്മ. അവർക്കിടയിൽ അള്ളാഹുവിന്റെ 100 കാരുണ്യം വർഷിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയാലല്ലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. അത്ര വലിയ ആബിദായിട്ടും കാര്യമല്ലല്ലോ. തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളിൽ ആരും നിങ്ങളെ അമല് കൊണ്ട് രക്ഷപ്പെടുന്നെന്ന് വിചാരിക്കണ്ട. അമല് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട സ്വർഗത്തിലേക്ക് പോകാമെന്നും വിചാരിക്കണ്ട. ഇത് വന്നപ്പോ സഹാബികൾ ചോദിക്കുന്നുണ്ട്, നബിയെ നിങ്ങളും അമല് കൊണ്ട് രക്ഷപ്പെടൂലേ നബിയെ? കാരണം മുത്തിനബിയുടെ അമലിനെ കുറിച്ച് കൃത്യമായ ബോധം അവർക്കുണ്ട്. അട്ടപ്പാതിരൊക്കെ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നിട്ട് ആ നൃത്തത്തിന്റെ ദൈർഘ്യം കൊണ്ട് കാലിലാകെ നീര് വന്ന് വീർത്ത് കെട്ടിയ മുത്തുനബിയെ അവർക്കറിയാം. പലപ്പോഴും സുജൂദിൽ കിടന്നിട്ട് ആ സുജൂദിന്റെ ദൈർഘ്യം കൊണ്ട് ഹബീബായ നബി തങ്ങൾ സുജൂദിൽ വഫാത്തായെന്ന് സഹാബിമാരിൽ ചിലർ വിചാരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വിചാരിക്കണമെങ്കിൽ എത്ര നേരം സുജൂദിൽ കിടക്കണം? കാല് നീര് വന്ന് വീർത്ത് കെട്ടണമെങ്കിൽ എത്ര നേരം നിൽക്കണം? നിങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തുകയില്ലേ അമല് കൊണ്ട്? ഹബീബിന്റെ മറുപടി ഇല്ല, ഞാനും അങ്ങനെ രക്ഷപ്പെടുകയില്ല. ഇല്ല അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി. ഇലാഹായ റബ്ബ് അവന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും രക്ഷയില്ലെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പൊ നമ്മളൊക്കെ രക്ഷപ്പെടണമെങ്കിൽ അള്ളാന്റെ റഹ്മത്ത് നമുക്ക് കിട്ടിയേ പറ്റൂ. അള്ളാഹു ആ റഹ്മത്ത് കൊണ്ട് നമ്മളെ പൊതിയട്ടെ. എന്നാൽ സ്നേഹത്തോടെ മുഖപ്രസന്നതയോടെ ഒരു മുഅ്മിൻ തന്റെ സഹോദരന്റെ കൈപിടിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി ഈ ഒരു കാര്യം ചെയ്യലോടുകൂടെ നസലത്ത് ബൈനഹും മിഅതു റഹ്മ. ഇത് ശ്രദ്ധിക്കണം, അവർക്കിടയിൽ അള്ളാഹുവിന്റെ 100 കാരുണ്യം വർഷിക്കും. മാത്രമല്ല അതുപോലെ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. തങ്ങൾ പറഞ്ഞത്, ആകെ ഉണങ്ങി നിൽക്കുന്ന ഒരു മരം, അതിൽ ഒരുപാട് ഇലകളുണ്ട്, എല്ലാം ഉണങ്ങി നിൽക്കുകയാണ്. ചെറിയ ഒരു കാറ്റടിച്ചാൽ തന്നെ ആ ഇലകൾ കൊഴിഞ്ഞു വീഴും. അപ്പോഴാണ് കൊടുങ്കാറ്റടിക്കുന്നത്. ആ കൊടുങ്കാറ്റിൽ ആ മരത്തിൽ നിന്ന് ആ ഉണങ്ങിയ ഇലകൾ എപ്രകാരം കൊഴിഞ്ഞു പോകുമോ അതുപോലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാന്റെ വജഹ് ഉദ്ദേശിച്ച് മുഖപ്രസന്നതയോടുകൂടെ തന്റെ സഹോദരന്റെ കൈപിടിച്ച് സലാം പറഞ്ഞാൽ, അവൻ സലാം അടക്കിയാൽ ഇവരുടെ ദോഷങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെയാണ് ഇന്നൽ മുഅ്മിന ഇദാ ലഖിയ അഖാ ഫസാഫഹു ഫസല്ലമഹു തഹാത്തത് അൻഹുമാ ദുനൂബുഹുമാ കമാ യതഹാത്തുൽ വറഖു മിനശ് ശജരിൽ യാബിസി ഫീ റീഹി യൗമിൻ നാസിഫ്. അതിശക്തമായ കൊടുങ്കാറ്റുള്ള ദിവസത്തിൽ ആകെ ഉണങ്ങി നിൽക്കുന്ന മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ ഒരു മുഅ്മിൻ തന്റെ സഹോദരന്റെ കൈപിടിച്ച് അള്ളാന്റെ വജഹ് കാക്ഷിച്ച് സലാം പറഞ്ഞാൽ, സലാം അടക്കിയാൽ ഇവരുടെ ദോഷങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊക്കെയാണെങ്കിൽ ഇങ്ങനെ ഒരു മജ്‌ലിസിലൊക്കെ വന്നു പോകുമ്പോഴത്തേക്ക് എത്ര റഹ്മത്ത് നമുക്ക് സമ്പാദിക്കാൻ കഴിയും, എത്ര ദോഷങ്ങൾ നമുക്ക് പൊറുപ്പിക്കാൻ കഴിയും. സലാം പറയുന്ന വിഷയത്തിൽ ഒരു പിശുക്കും പാടില്ല. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹാബു അലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതും തഹാബബ്തും അഫ്ശു സലാമ ബൈനക്കും.
ഈ സലാം കൊണ്ട് നിങ്ങൾക്ക് വലിയ രക്ഷയുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും ആ മുഖപ്രസന്നത അത് സ്വർഗ്ഗക്കാരന്റെ അലാമത്താണ്. പിന്നെയോ വഖൽബുൻ റഹീം, കരുണയുള്ള ഹൃദയം. കരുണയുള്ള ഹൃദയം, എല്ലാത്തിനോടും കരുണ തോന്നുക, ദയ തോന്നുക. അങ്ങനെ പ്രയാസം സഹിക്കുന്ന ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നാൽ കഴിയുന്നത് പോലെ അവരെ സഹായിക്കണമല്ലോ എന്ന് ആലോചിച്ച് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താം. بالخلق كلهم وارحم بقلبك خلق الله وارعهم به تنال الرضا والعفو أنزلني مولاي صل وسلم على حبيبك خير. ഭൂമിയിലുള്ളവരോട് ആരാണോ കരുണ കാണിക്കുന്നത്, ഇലാഹായ റബ്ബ് അങ്ങനെ കരുണ കാണിക്കുന്നവരോടായിരിക്കും കരുണ കാണിക്കുന്നത്. അതുകൊണ്ട് എല്ലാത്തിനോടും വിശാലമായ കാരുണ്യം എന്നത് സ്വർഗ്ഗക്കാരന്റെ അലാമത്തിൽപ്പെട്ടതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കരുണയുള്ള ഹൃദയം സ്വർഗ്ഗക്കാരന്റെ അലാമത്താണ്. വലിസാനുൽ ലതീഫുൻ, മൃദുലമായി സംസാരിക്കുന്ന നാവ്. ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന്റെ നാവ് കൊണ്ട് ഒരാളുടെയും ഹൃദയത്തിൽ മുറിവേൽക്കാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ നിസ്സാരമായ ദുനിയവിയായ വിഷയങ്ങൾക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിന് മുറിവേൽപ്പിക്കും വിധത്തിൽ സംസാരിക്കുന്നത് അത് സ്വർഗ്ഗക്കാരന്റെ അടയാളത്തിൽപ്പെട്ടതല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചില വാക്കുകൾ ഹൃദയത്തിൽ പെട്ടെന്ന് മുറിവാകുമല്ലോ, ഹൃദയത്തിൽ പെട്ടെന്ന് മുറിവുണ്ടാക്കുമല്ലോ, പരിക്കുണ്ടാക്കുമല്ലോ. ഈ വാക്കുകൊണ്ടുണ്ടാകുന്ന മുറിവ് അത് മറ്റു മുറിവുകളെ പോലെയല്ല, അത് പെട്ടെന്ന് ഉണങ്ങില്ല, എന്നും ഉണങ്ങാതെ പച്ചയായി നിലനിൽക്കും. ഒരു കുന്തം കൊണ്ടോ ഒരു മുള്ളുകൊണ്ടോ ഒരു മുറിവുണ്ടായാൽ അത് പെട്ടെന്ന് ഉണങ്ങിയേക്കാം. എന്നാൽ നാവ് കൊണ്ടുണ്ടാകുന്ന മുറിവ് ولا يلتام ما جرح اللسان جراحات السنان لها التيام. മുള്ളുകൊണ്ടോ കുന്തം കൊണ്ടോ ഉള്ള മുറിവ് അത് പെട്ടെന്ന് ഉണങ്ങിയേക്കാം. നാവ് കൊണ്ടുണ്ടായ മുറിവ് പെട്ടെന്ന് ഉണങ്ങുകയില്ല. ശ്രദ്ധിക്കണം. ഓരോ വാക്ക് പറയുമ്പോഴും ഞാൻ ഈ പറയുന്നത് കൊണ്ട് പടച്ച റബ്ബേ, എന്റെ വീട്ടിലുള്ളവർ, എന്റെ അയൽവാസികൾ, എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ, എന്റെ കൂട്ടുകാരന്മാർ, എന്റെ നാട്ടുകാർ അവരുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പറച്ചില് മാത്രല്ല, ഈ ഗീബത്ത് എന്ന് പറഞ്ഞാൽ പറയല് മാത്രമൊന്നുമല്ലല്ലോ, എഴുതലും ഗീബത്ത് തന്നെയല്ലേ. ഇന്നിപ്പോ ഈ സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കുന്നവർ പലരും അക്കാര്യത്തിലൊക്കെ അശ്രദ്ധരാണ്. ഗീബത്തിന്റെ ഒക്കെ ഒരു ഗൗരവം എത്രേ. അൽ ഗീബത്തു അശദ്ദു മിനസ് സിന എന്നാണ് മുത്തറസൂൽ പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴായി നമ്മളൊക്കെ അത് കേട്ടവരാണ്, അറിഞ്ഞവരാണ്. വ്യഭിചാരത്തെക്കാൾ ഗൗരവമാണ് ഗീബത്ത്. വ്യഭിചാരത്തെക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ഗൗരവം ഗീബത്താണ്. അതെന്തേ നബിയെ അങ്ങനെ എന്ന് ചോദിച്ച സഹാബികളോട് മുത്തുറസൂൽ പറയുന്നുണ്ട്, ഒരാൾ വ്യഭിചരിച്ചു പോയി എന്ന് വിചാരിക്കുക, നിഷ്കളങ്കമായി ആത്മാർത്ഥമായി കണ്ണീരോടെ പടച്ച റബ്ബിനോട് അല്ലാഹുവേ പറ്റിപ്പോയതാണ്, മാപ്പാക്കി തരണേ എന്ന് പറഞ്ഞാൽ അല്ലാഹു അത് പുറത്തേക്കാം. എന്നാൽ മറ്റൊരാളെ കുറിച്ച് പരദൂഷണം പറഞ്ഞാൽ, അയാളെ പച്ചമാംസം തിന്നാൽ 100 വട്ടം റബ്ബിനോട് പൊട്ടിക്കരഞ്ഞു പറഞ്ഞിട്ട് കാര്യമല്ല. അല്ലാഹു അത് പൊറുക്കണമെങ്കിൽ ആരെ കുറിച്ച് നീ പറഞ്ഞോ അവർ പുറത്തു തരണം, അവര് മാപ്പ് തരണം. ഇത് അല്ലാഹ്ക്ക് നേരിട്ട് കൈകാര്യം ചെയ്യാം. വ്യഭിചാരത്തിന്റെ കാര്യം, ഗീബത്തിന്റെ കാര്യം അല്ലാഹ്ക്ക് നേരിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റൂല.
ആരെ കുറിച്ച് പറഞ്ഞോ അവർ പൊരുത്തപ്പെട്ടാൽ മാത്രമേ അള്ളാഹു പൊറുക്കൂ. അതുകൊണ്ട് ഈ നിലയിൽ വ്യഭിചാരത്തെക്കാൾ ഗൗരവമാണ് ഗീബത്ത്. സഹോദര സഹോദരി, അത് പറയൽ മാത്രമല്ല, എഴുതലും ഗീബത്താണ്. മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തത് എഴുതി വിടുക. അപ്പൊ അതിനൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. ഓരോരുത്തരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അവനാന്റെ താല്പര്യത്തിന് വേണ്ടി ആരെ കുറിച്ചും എന്തും എഴുതി വിടുക. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഫേസ്ബുക്കിലോ മറ്റു സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗപ്പെടുത്തി ഒരാളെ കുറിച്ചുള്ള ഒരു ഗീബത്ത് എഴുതി വിട്ടു എന്ന് വിചാരിക്കാം. സെക്കൻഡുകൾ കഴിഞ്ഞ് മിനിറ്റുകൾ കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ലക്ഷക്കണക്കിന് ആളുകളുടെ അടുത്തേക്ക് എത്താലോ. ലക്ഷക്കണക്കിന് ആളുകൾ അത് വായിച്ചു. നമ്മൾ ആലോചിക്കണം, ഈ ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് ആ ഗീബത്ത് വായിപ്പിച്ചതിനുള്ള ശിക്ഷ നമുക്ക് കിട്ടൂലേ? ആരോടാ നമ്മളതൊക്കെ പൊരുത്തപ്പിടിക്കുക? എങ്ങനെ ഇതൊക്കെ പൊരുത്തപ്പിടിക്കാൻ കഴിയുക നമുക്ക്? അതുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണം. കിട്ടുന്ന മെസ്സേജുകളൊക്കെ അതിന്റെ സത്യാവസ്ഥ എന്ത് എന്ന് പോലും ഉൾക്കൊള്ളാതെ നമ്മൾ അങ്ങനെ ഫോർവേഡ് ചെയ്യുന്ന രീതി, അതൊക്കെ ആഖിറത്തിൽ വിരൽ കടിക്കാൻ കാരണമാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചെറിയ സംഗതിയല്ല. എഴുതിയ ആളെന്നോ നാളായിട്ട് മരിച്ചു പോവും. ഈ എഴുതപ്പെട്ടതോ എന്നൊന്നും ഇവിടെ നിലനിൽക്കൂലേ? നമ്മളൊരു പോസ്റ്റ് പിൻവലിച്ചാൽ പോലും അത് പലരുടെയും കയ്യിലെത്തിയിട്ടുണ്ടാവാം. അതങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടാവാം. അത് പലരും ആഘോഷിക്കുന്നുണ്ടാവാം. ഇങ്ങനെ ആ ഒരു പച്ചമാംസം തിന്നുന്ന രീതി അത് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ എഴുതിയ ഇവൻ മരിച്ചു പോയാലും എഴുതപ്പെട്ടത് അവിടെ നിലനിൽക്കും. അതുകൊണ്ട് ചിന്തിക്കേണ്ടത്, നാളെ പരലോകത്ത് നിന്നെ കാണിക്കപ്പെടുമ്പോൾ നിനക്ക് സന്തോഷം കിട്ടുന്നതല്ലാതെ നിന്റെ കൈകൊണ്ട് എഴുതരുത്, നിന്റെ കൈകൊണ്ട് ഫോർവേഡ് ചെയ്യരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. وَمِنْ كَاتِبٍ إِلَّا سَيَفْنَى وَيُبْقِي الدَّهْرُ مَا كَتَبَتْ يَدَاهُ وَلَا تَكْتُبْ بِكَفِّكَ غَيْرَ شَيْءٍ يَسُرُّكَ فِي الْقِيَامَةِ أَنْ تَرَاهُ وَمَا مِنْ كَاتِبٍ إِلَّا سَيَفْنَى. എഴുതിയവരെല്ലാം ഇല്ലാതെയാകും, അവരങ്ങ് മരിച്ചു പോകും. എഴുതപ്പെട്ടതോ കാലം എന്നെന്നും അതിനെ ബാക്കിയാക്കും. അപ്പൊ നമ്മളെ ദർസുകളിലൊക്കെ ഓതുന്ന പല കിതാബുകളും മഹാന്മാരായ പല പണ്ഡിതന്മാരും രചിച്ചു വെച്ച കിതാബുകൾ, അവരെന്നോ മരണപ്പെട്ടു പോയി. ആ കിതാബ് ഇന്നും അതങ്ങനെ ചർവണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ അവരുടെ ഖബറിലേക്ക് ലഭ്യമാകുന്ന പ്രതിഫലങ്ങൾ എത്രയായിരിക്കും? നേരെ മറിച്ച് ഇനി ഒരാൾ എഴുതുന്ന വൃത്തികെട്ട ഒരു ഗ്രന്ഥം, എഴുതിയുണ്ടാക്കിയൊരു ഗ്രന്ഥം, വളരെ മോശപ്പെട്ട മെസ്സേജുകളാണ് അതിലുള്ളത്. മനുഷ്യനെ കിളിപ്പെടുത്തുകയും തിന്മയിലേക്ക് അവനെ നയിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥം. പലരും അത് വായിച്ചു, പലതരത്തിലുള്ള തിന്മകൾക്ക് അത് കാരണമായി. എങ്കിൽ ഇതിന്റെ ഒരു കാരണക്കാരായി എന്നവർക്ക് അവരുടെ ശിക്ഷ ഇങ്ങനെ കൂടി വരുമല്ലോ. അതുകൊണ്ട് ചിന്തിക്കണം, എഴുതിയ ആൾ മരിച്ചു പോയാലും എഴുതപ്പെട്ടതെന്നും അവിടെ നിലനിൽക്കും. അതുകൊണ്ട് നാളെ മഹ്ശറയിൽ നിന്നെ കാണിക്കപ്പെടുമ്പോൾ സന്തോഷം കിട്ടുന്നതല്ലാതെ നിന്റെ കൈ കൊണ്ട് നീ എഴുതാൻ പാടില്ല. ഒരു മെസ്സേജും നീ ഫോർവേഡ് ചെയ്യാൻ പാടില്ല. അല്ല, അതിന്റെ തെറ്റും ശരിയും നോക്കാതെ, ഹലാലും ഹറാമും നോക്കാതെ, കാണുന്ന ആളുകളിലേക്കും ഗ്രൂപ്പുകളിലേക്കൊക്കെ പരക്കെ അയക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ, എഴുതിവിടുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ, അതിന്റെ പേരിൽ നമ്മൾ എന്നെന്നും ഖേദിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും സ്വർഗ്ഗക്കാരുടെ അടയാളമാണ് വലിസാനുൽ ലതീഫുൻ, മൃദുലമായി സംസാരിക്കുന്ന നാവ്. അതോടൊപ്പം റത്ബും മിൻ ദിക്രില്ലാഹ്, അത് ദിക്റുല്ലാഹി കൊണ്ട് പച്ചയാവുകയും ചെയ്യും. ദൈനംദിന ജീവിതത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ, പ്രവൃത്തി സംബന്ധമായി ചൊല്ലേണ്ട ദിക്റുകൾ, ആ ദിക്റുകൾക്കൊക്കെ പരിഗണന കൽപ്പിക്കുക. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ.
നാലാമത്തെ ഗുണം വജ്തിനാബുൽ മഹാരിമി, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ വെടിയലാണ്, അതിൽ നിന്ന് മാറി നിൽക്കലാണ്. ഒരു കാര്യം ഒരാൾ ചെയ്യാൻ ഒരുങ്ങുമ്പോ ഞാനിത് ചെയ്താൽ എന്റെ റബ്ബിൽ നിന്ന് ഞാൻ അകന്നു പോകുമോ, ഇലാഹായ റബ്ബിന്റെ നിരീക്ഷണത്തിലാണല്ലോ ഞാനുള്ളത്, അല്ലാഹു എന്നോട് പിണങ്ങുമോ എന്ന പേടി. ആ ഒരു പേടിയോടുകൂടെ ദേഹേച്ഛയ്ക്ക് വഴിപ്പെടാതെ വജ്തിനാബുൽ മഹാരിമി, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വെടിയുക, മാറി നിൽക്കുക. ഇവിടെ ഞാൻ വരുമ്പോ മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ വസിയ്യത്ത്, 1-2 വസിയ്യത്തുകൾ ഞാൻ കേട്ടു. പ്രിയപ്പെട്ടവരെ, ഈ ജലാലിയ റാത്തീബിന് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോ അവരുടെ വസിയ്യത്തുകളൊക്കെ നമ്മൾ ഓർക്കണം. പ്രത്യേകിച്ച് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് 39 മക്കളുണ്ടായിരുന്നു എന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. 39 മക്കളുണ്ടായിരുന്നു. അതിൽ ഏകദേശം 14 മക്കൾ ചെറുപ്പത്തിലേ മരണപ്പെട്ടതാണ്. അതൊക്കെ അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. അത് നമ്മൾ ആലോചിക്കണം. അമ്പിയാക്കളിൽ ഒന്നാമൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബിക്ക് അല്ലാഹു 3 ആൺമക്കളെ കൊടുത്തു. ആ 3 ആൺമക്കളുടെയും മയ്യത്ത് ഖബറിലേക്ക് എടുക്കാൻ വിധിക്കപ്പെട്ട ബാപ്പയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഔലിയാക്കളിൽ ഒന്നാമൻ قلت بالذي من مولاك مغتمرا قدمي على رقبات الأولياء ترى مولاي صلي وسلم على حبيبك خير കുത്തുബുൽ അഖ്താബല്ലേ, ഔലിയാക്കളിൽ ഒന്നാമനല്ലേ. വലിയ പരീക്ഷണങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ പരീക്ഷണത്തിലും പ്രിയപ്പെട്ടവരെ അണുഅളവ് ഈമാൻ കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല. 39 മക്കളുണ്ടായിരുന്നു എന്ന് ബഹ്ജ എന്ന കിതാബിൽ കാണാം. അതിൽ 14 മക്കൾ ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയി. എല്ലാം ഇലാഹായ റബ്ബിൽ സമർപ്പിച്ചു. എന്നാലോ ആ മഹാനുഭാവൻ അത്ര വലിയ പദവി അല്ലാഹു നൽകിയിട്ടും ഈ പരീക്ഷണങ്ങൾ അല്ലാഹു അവർക്ക് നൽകി. ആ പരീക്ഷണത്തിൽ പതറിയില്ല. അവരുടെ പ്രധാനപ്പെട്ട നസീഹത്തുകൾ, ശേഷിച്ചിരിക്കുന്ന മക്കളിൽ ചില പ്രധാനികൾ ബാപ്പയിൽ മരണത്തിന്റെ ചില ലക്ഷണങ്ങൾ കണ്ടപ്പോൾ ബാപ്പയോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട ഉപ്പ, ഞങ്ങൾക്ക് വസിയ്യത്ത് പറഞ്ഞു തന്നാലും. ഇതാ നിങ്ങളിൽ മരണത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്, അങ്ങ് ഞങ്ങളോട് വസിയ്യത്ത് പറഞ്ഞാലും. ഉടനെ ഖാല ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഇൻദ വഫാത്തിഹി, വഫാത്തിന്റെ ഘട്ടത്തിൽ മഹാനുഭാവൻ പറയുന്നുണ്ട്, തമസ്സകൂ ബിത്തൗഹീദ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് തൗഹീദിന്റെ കാര്യമാണ്. അത് നിങ്ങൾ മുറുകെ പിടിക്കണം. ജലാലായ അല്ലാഹു ഏകനാണ്. അവനല്ലാതെ ആരാധനക്കർഹനില്ല. അവനാണ് നമുക്ക് വേണ്ടതെല്ലാം തരുന്നത്. നമ്മുടെ മാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരംഗത്തുള്ള വിചാര വികാരങ്ങളൊക്കെയും അറിയുന്നവൻ, നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാൻ. അതുകൊണ്ട് ഇലാഹായ റബ്ബിലുള്ള അടിയുറച്ച വിശ്വാസം, ഏകത്വം, അത് നിങ്ങൾ ഗൗരവമായി കണക്കിലെടുക്കണം. തൗഹീദ് മുറുകെ പിടിക്കണം. പിന്നെയോ വഇയ്യാകും വശിർക, ശിർക്കിന്റെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, വിശ്വാസങ്ങൾ ഒരു കാരണവശാലും അത് വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ ഇലാഹായ റബ്ബിന് ഏറ്റവും വെറുപ്പുള്ള തെറ്റ് അത് ശിർക്കാണ്. ശിർക്ക് വരാതെ സൂക്ഷിക്കേണ്ടതാണ്. അല്ലാഹു ശിർക്കിന്റെ വാക്കുകളെ തൊട്ടും പ്രവർത്തനങ്ങളെ തൊട്ടും വിശ്വാസങ്ങളെ തൊട്ടൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ ഈ പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോ ഏതെങ്കിലും അമ്പലത്തിലേക്ക് പോവുക, പൂജാരിമാരടുത്തേക്ക് പോവുക, ആ നിലയിലുള്ള ചികിത്സയുടെ രീതികൾ സ്വീകരിക്കുക, അങ്ങോട്ട് പലതും നേർച്ചയാക്കുക. ഇതൊക്കെ സത്യത്തിൽ ഇതിലും വിശ്വാസമുണ്ട്, അതിലും വിശ്വാസമുണ്ട്. അതന്നെയാണ് ശിർക്ക്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മലപ്പുറം ജില്ലയിലെ നല്ല രാജ്യാരെ കുറിച്ച് ആ നാട്ടിലുള്ള ഒരു സഹോദരനോട് പറഞ്ഞു, അടുത്തുള്ള അമ്പലത്തിലേക്ക് അയാളുടെ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി നല്ലൊരു കാളയെ നേർച്ചയാക്കി. ഹാജിയാരാണ്, പള്ളി കമ്മിറ്റിയിലൊക്കെയുള്ള ആളാണ്.
ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തോ ചില പ്രയാസങ്ങൾ വന്നപ്പോൾ ജ്യോത്സ്യന്മാരെ സമീപിച്ചു. അവർ പറഞ്ഞു പ്രശ്നത്തിന്റെ പരിഹാരം, പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പല ചികിത്സാരികളെയും തേടി അവസാനം പറഞ്ഞത്രേ, നിങ്ങൾ ഇന്നാലിന്ന അമ്പലത്തിലേക്ക് ഒരു കാളയെ നേർച്ചയാക്കിയാൽ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. അങ്ങനെ അമ്പലത്തിലേക്ക് കാളയെ നേർച്ചയാക്കുന്നു. ഇങ്ങനെ ചെന്നന്തിരി നേർച്ചയാക്കിയ ഇതൊക്കെയാണോ മതേതരത്വം? ഇത് മതേതരത്തല്ലല്ലോ. ഇതെന്ത് മതേതരത്വം? അവിടെ പോയി ആരാധിക്കുക, അത് മതേതരത്തല്ലല്ലോ. അമ്പലത്തിന്റെ മുന്നിലൊക്കെ കൂപ്പുകയുമായി നിൽക്കുന്ന ചില പർത്തക്കാരികളായ സ്ത്രീകളെ കണ്ടിട്ട് വേദനയോടുകൂടെ ഒരു പോലീസുകാരുടെ അടുത്തിനോട് പറഞ്ഞു. അദ്ദേഹം രാവിലെ ഒരു 7:30 മണിക്ക് ഇങ്ങനെ കൊണ്ടോട്ടി അങ്ങാടിയിലൂടെ യാത്ര ചെയ്യുമ്പോ അവിടെ അങ്ങാടിയുടെ അമ്പലത്തിൽ ഒരു 10 പെണ്ണുങ്ങനെ കൂപ്പുകയുമായി നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ട് വലിയ വേദനയോടുകൂടെ, എന്നിട്ട് പറയാണ് മൊക്കനൊന്നല്ല, തട്ടം തലയിലിട്ടിട്ടുണ്ട്. ഈ തട്ടം തലയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അവൾ വേഗം അതെടുത്ത് തലയിൽ തന്നെ ഇടുന്നുണ്ട്. അപ്പൊ എന്തോ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ അതിനു പറ്റിയ ആളുകളെ സമീപിച്ച് അവര് പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ തനി ശിർക്കാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ ശിർക്കിന്റെ പല വിശ്വാസങ്ങൾ, പ്രവർത്തനങ്ങൾ. ശിർക്ക് വരുന്നത് ഗൗരവമായി നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെയോ വഅലൈക്കും ബിതാഅത്തില്ലാഹി വറസൂലിഹി. മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അങ്ങനെ മക്കളോടും തന്റെ മുരീദുമാരോടും ശൈഖ് പറഞ്ഞു കൊടുക്കുകയാണ്, അലൈക്കും ബിതാഅത്തില്ലാഹി വറസൂലി. നിങ്ങൾ വഴിപ്പെടേണ്ടത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയുമാണ്. മറ്റാർക്കെങ്കിലും വഴിപ്പെട്ട് അവരെ അനുധാവനം ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അള്ളാഹു കാക്കട്ടെ. ഉമ്മത്ത് നേരിടുന്ന പരീക്ഷണങ്ങൾ കുറെ അങ്ങനെ തന്നെ അല്ലേ? ആണല്ലോ. സൂറ പറഞ്ഞില്ലേ, യുഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ അക്ലതു ഇലാ തസ്അതിഹ. ഒരു വിഭവസമൃദ്ധമായ തീന്മേശയ്ക്ക് ചുറ്റുഭാഗത്തുമുള്ള തീറ്റക്കാർ, ആ തീറ്റക്കാര് ഈ തീന്മേശയിലേക്ക് കൈ നീട്ടുന്നത് പോലെ എന്റെ ഉമ്മത്തിലേക്ക് ആക്രമണങ്ങളുടെ കൈ നീളുന്ന ഒരു കാലഘട്ടം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. തീറ്റക്കാർ എന്നാ പറഞ്ഞത്. തീറ്റക്കാർ എന്ന് പ്രയോഗിച്ചിട്ട് റസൂൽ പറയാണ്, തീന്മേശക്ക് ചുറ്റും ഇരിക്കുന്ന തീറ്റക്കാർ, തീറ്റ മത്സരക്കാർ, ഒരു മാന്യതയുമില്ലാതെ ആ വിഭവം അകത്താക്കാൻ അതിലേക്ക് കൈനീട്ടുന്നത് പോലെ എന്റെ ഉമ്മത്തിലേക്ക് ആക്രമണങ്ങളുടെ കൈകൾ നീളുന്ന ഒരു കാലഘട്ടം വരും. അപ്പൊ സഹാബികൾ ചോദിക്കുകയാണ്, അല്ല നബിയെ, അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദി യാ റസൂലല്ലാഹ്. എന്റെ അന്നപ്പോ ഞങ്ങള് ആൾബലം വളരെ കുറവായത് കൊണ്ടായിരിക്കോ? ജനസംഖ്യ വളരെ കുറവായതുകൊണ്ടായിരിക്കോ? ഉമ്മത്തിൽ ആളുകൾ വളരെ കുറവായിട്ടായിരിക്കോ? അലാ ഹബീബിന്റെ മറുപടി, ബൽ അൻതും യൗമൈദിൻ കബീർ. എണ്ണത്തിൽ കുറവായത് കൊണ്ടൊന്നാവില്ല. നിങ്ങൾ ആളുകളൊക്കെ ധാരാളം ഉണ്ടാവും. എത്രയെത്ര മുസ്ലിം രാഷ്ട്രങ്ങളാണ്, എത്രയെത്ര മുസ്ലിം ഭരണാധികാരികളാണ്. എണ്ണസംഖ്യ ഒന്നും കുറവുണ്ടാവില്ല. പിന്നെന്താ പ്രശ്നം അറിയോ? നിങ്ങൾ ഈ മലവെള്ളത്തിലെ ചണ്ടികൾക്ക് സമാനമായിരിക്കും എന്ന് പറഞ്ഞാൽ, അതിശക്തമായ മഴ പെയ്തു, മലവെള്ളം നന്നായിട്ട് കുത്തിയൊലിക്കാൻ, അതിൽ ചില ചണ്ടികൾ ഉണ്ടാകും, ചപ്പുകൾ ഉണ്ടാകും, ചവറുകൾ ഉണ്ടാകും. ഇതെങ്ങോട്ടാ പോവുക? എങ്ങോട്ടാണോ ആ വെള്ളം ഒലിക്കുന്നത് അങ്ങോട്ടൊലിക്കും. എന്നതുപോലെയായിരിക്കും നിങ്ങൾ. ലോകം ഒരു ഒഴുക്കിലായിരിക്കും, ഒരു ഫാഷന്റെയും താല്പര്യത്തിന്റെയും പിന്നാലെയായിരിക്കും. നിങ്ങളും അതിന്റെ പിന്നാലായിട്ട് കൂടും. നിങ്ങൾക്ക് സ്വന്തമായ ഒരു താല്പര്യങ്ങളോ സ്വന്തമായ അഭിപ്രായങ്ങളോ ഇല്ലാതെ ആ ഒരു പശ്ചാത്തല ശക്തികളെ പൂർണ്ണമായും പിൻപറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ? വലയഖദിഫന്നല്ലാഹു മിൻ സുദൂരി അദുവിക്കും അൽ മഹാബത മിൻകും. നിങ്ങളോടുള്ള ഒരു ആദരവ്, ബഹുമാനം, പേടി, അത് ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു ഊരിയെടുക്കും. ശത്രുക്കൾക്ക് നിങ്ങൾ ഉമ്മത്ത് മുഹമ്മദിനോട് ഒരു പ്രത്യേകമായ ബഹുമാനം, ആദരവ്, പേടി അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ ഹൃദയത്തിൽ നിന്ന് ഊരിയെടുക്കും. പകരം വലയഖദിഫന്ന ഫീ ഖുലൂബികുമുൽ വഹ്ന, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു വഹ്നിട്ട് തരുകയും ചെയ്യും. നിങ്ങളുടെ ഹൃദയത്തിൽ വഹ്നിട്ട് തരും. സഹാബികൾ ചോദിക്കുന്നു,
ചോദിക്കുന്നുണ്ട്, നബിയെ വഹ്നോ, എന്താണ് ഈ വഹ്ന്? ഖാല ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. വഹ്ന് എന്ന് പറഞ്ഞാൽ ദുനിയാവിനോടുള്ള ഒരു ഇഷ്ടം, ദുനിയാവിനോട് പരിധി വിട്ട ഇഷ്ടം, മരണത്തോടുള്ള വെറുപ്പും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾക്ക് ദീനും ദീനിന്റെ ചിഹ്നങ്ങളും ഇല്ലാതെയായാൽ പോലും പ്രശ്നമല്ല, ദുനിയാവ് മതി എന്നൊരു തലത്തിലേക്ക് എത്തിയാൽ നഷ്ടായിരിക്കും. സംഗതി ഇപ്പൊ ഫലസ്തീനിൽ മുസ്ലിമീങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു സലാമത്ത് നൽകട്ടെ, അള്ളാഹു അവർക്ക് മോചനം നൽകട്ടെ. പക്ഷെ ആത്യന്തികമായി നമ്മൾക്ക് ചിന്തിക്കേണ്ട കുറെ പാഠങ്ങളുണ്ട് അവിടെ. ഇപ്പൊ ഫലസ്തീനൊക്കെ നമ്മളിങ്ങനെ യാത്ര പോകുമ്പോ അവിടെ ഭൂരിഭാഗവും ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങളിലൊക്കെ താമസിക്കുന്നത് ജൂതന്മാരാണ്. വലിയ വലിയ വീടുകളും സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ജൂതന്മാരുടെ കയ്യിലാണ്. എന്തേ സംഭവം? അവര് വർഷങ്ങൾക്ക് മുമ്പേ വളരെ പ്ലാനിങ്ങോടുകൂടെയാണ് അവർക്ക് വേണ്ടി അങ്ങനെ ഒരു നഗരം പണിയുന്നത്. ഈ കൊച്ചിയിൽ നിന്ന് വരെ ഫലസ്തീനിലേക്ക് ജൂതന്മാര് പോയി. അവർക്കൊരു ജൂത രാഷ്ട്രം പണിയണമെന്ന താല്പര്യമുണ്ട്. അവരുടെ തീരുമാനം എന്താന്ന് ചോദിച്ചാൽ, അവിടെ താമസിക്കുന്ന മുസ്ലിമീങ്ങൾ അവരുടെ കയ്യിലുള്ള ഭൂമിക്ക് എന്ത് വിലയാണോ ചോദിക്കുന്നത് അത് അപ്പടിയായിട്ട് കൊടുക്കുക. അതിൽ തർക്കിക്കാൻ നിൽക്കേണ്ടതില്ല. മോഹവില നമ്മൾ പറയും. എത്രയാണോ അവർ ചോദിക്കുന്നത്, എത്ര ഡോളറാണോ അവർ ആവശ്യപ്പെടുന്നത്, ആവശ്യപ്പെടുന്നത് പോലെ കൊടുക്കുക. അന്ന് ചില പണ്ഡിതന്മാർ അവരോട് പറഞ്ഞിട്ടുണ്ട്, അരുത്, ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ അവർ പറയുന്ന മോഹവിലക്കനുസരിച്ച് ഈ പ്രദേശം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ഇവിടെ ഭൂരിഭാഗം സ്ഥലവും അവരുടെ കയ്യിലായാൽ അവർ പറയുന്നിടത്ത് നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് ചെന്നെത്തും. പക്ഷേ തന്റെ സ്ഥലം വിൽക്കാൻ തനിക്ക് അധികാരമുണ്ടല്ലോ. വലിയ മോഹവില പറഞ്ഞ വില കൊടുത്തു, വിറ്റ് അവസാനം നോക്കുമ്പോൾ കുറഞ്ഞ ഏരിയ മാത്രമേ ഫലസ്തീനികൾക്കുള്ളൂ. ഇന്ന് ലോകഭൂപടത്തിൽ ഫലസ്തീൻ എന്നൊരു രാഷ്ട്രം തന്നെ ഇല്ല, ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ പോകുമ്പോഴാ ഈ കാണുന്ന ഈ ഏരിയ ഇത് ഇസ്രായേലാന്ന് പറയും. അതതിന്റെ അപ്പുറത്തുള്ള ആ ഏരിയ ഇത് ഫലസ്തീനിയുടെ കയ്യിലാന്ന് പറയും. ഉച്ചപ്രത്യാൽ ഇതായി കാണുന്ന ഈ ഒരു തോട്ടുണ്ടല്ലോ, ഈ മതിലുമതിന്റെ അപ്പുറം, അത് ഫലസ്തീനാണ്. ഉച്ചപ്രത്യാൽ ഇതൊക്കെ ഇസ്രായേലിൻ്റെതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇസ്രായേലികൾ തടിച്ചു കൊടുത്തു. അവരുടെ ആ ഭൂമിയും സ്ഥലമൊക്കെ അതിന് മാത്രം നഗരവൽക്കരിക്കപ്പെട്ട രൂപത്തിലാണ്. 2-3 തവണ പോയാൽ പിന്നെ ഒറ്റടിക്കത് നോക്കുമ്പോഴത്തേക്ക് ഈ ഭൂമി, ഈ സ്ഥലം ഫലസ്തീനുകളുടേതാണോ ജൂതന്മാരുടേതാണോ നമുക്ക് തിരിച്ചറിയാം. ചുരുക്കത്തിൽ ഭൂരിഭാഗവും ജൂതന്മാരുടെ കയ്യിലെത്തി. അങ്ങനെ ഭൂരിഭാഗവും അവരുടെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അനുകൂലമായ തീരുമാനമെടുക്കാൻ നിർബന്ധിതരായി വരും, അല്ലാതെ നിർവാഹമില്ല. എന്തേ സംഭവിച്ചത്? ആ ഖുദ്സിന്റെ ഭൂമി പോലും ദുനിയാവിനോടുള്ള പ്രേമം മൂത്തിട്ട് വിറ്റു എന്നത് ഭീമാബദ്ധമായി പോയി. അത് ചെറിയ സംഗതിയല്ല. എന്നാൽ ഈമാനുള്ളവർ കൊടുക്കാൻ തയ്യാറായില്ല. അവര് പിടിച്ചു നിന്നു. അവരാണ് ഇന്നും വലിയ മർദ്ദനങ്ങളും പീഡനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇലാഹായ റബ്ബ് സലാമത്ത് നൽകട്ടെ, അല്ലാഹു രക്ഷ നൽകട്ടെ. അതാണ് നിങ്ങൾക്ക് ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു വഹനിട്ട് തരും. ഹബീബായ നബി തങ്ങളോട് സഹാബികൾ ചോദിക്കുന്നുണ്ട്, എന്താണ് വഹ്ന് നബിയേ? ഖാല ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിനോടുള്ള പ്രേമം തന്നെയാണ്, ദുനിയാവിനോടുള്ള ഇഷ്ടം തന്നെയാണ്. അതോടൊപ്പം മരണത്തോടുള്ള വെറുപ്പും. ദുനിയാവിനോട് പരിധിക്കപ്പുറം പ്രേമം കൂടുകയും ദുനിയാവിന്റെ ആളുകളെ നമ്മൾ ഇത്തിബാഅ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വന്നാൽ പിന്നെ നാശം തന്നെയാ. മഅദല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ശൈഖ് അവറുകളുടെ ഉപദേശമാണ്, വഅലൈക്കും ബിതാഅത്തില്ലാഹി വറസൂലി. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ് വഴിപ്പെടേണ്ടത്. ഫീ കുല്ലി അമലിൻ, എല്ലാ അമലിലും നിങ്ങൾ നിയ്യത്ത് നന്നാക്കണം. എല്ലാ അമലിലും നിയ്യത്ത് നന്നാക്കണം. ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചല്ലോ,
ആമുഖ പ്രഭാഷണത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തിന് ചെയ്യുന്നു എന്നത്. എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തിന് ചെയ്യുന്നു എന്നത്. അല്ലാഹുവേ, ജനങ്ങളെ ഇടയിൽ മതിപ്പുണ്ടാവാനും ആളാവാനും വേണ്ടിയാണ് ഏത് കാര്യം നമ്മൾ ചെയ്യുന്നതെങ്കിലും അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് അകലുകയല്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കുമെന്ന് വിചാരിക്കരുതേ. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ജനങ്ങളുടെ അടുക്കൽ സ്ഥാനം കിട്ടണമെന്നാണോ ആത്യന്തികമായ ലക്ഷ്യം? എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. إن كنت تطلب عند ناس منزلا لا تطلبن عند المهيمن منزلا إن كنت تطلب عند ناس منزلا. ആളുകളുടെ അടുക്കൽ സ്ഥാനം കിട്ടണമെന്നാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം പ്രതീക്ഷിക്കണ്ട. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇപ്പൊ മഹ്ശറയിൽ ആദ്യമായി വിചാരണ നടക്കുന്നത് മൂന്നാളെ കാര്യത്തിലാണ്. റസൂൽ പറയുന്നുണ്ട്, അവലുമായി ആദ്യത്തെ വിചാരണ ഒരു ഷഹീദിന്റെ കാര്യത്തിലാണ്. അയാളെ കൊണ്ടുവരും, അയാൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകളൊക്കെ അള്ളാഹു അയാളെ ബോധ്യപ്പെടുത്തും. ഒക്കെ അയാൾക്ക് ബോധ്യമാവും, അയാൾ സമ്മതിക്കും. അപ്പ യോദ്ധാവിനോട് അള്ളാഹു ചോദിക്കുമെടോ, മാതാ അമിൽത ഫീഹ, ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദുനിയാവിൽ ഞാൻ നിനക്ക് ചെയ്തെന്നിട്ട് നീ എന്താണ് ദുനിയാവിൽ എനിക്ക് വേണ്ടി ചെയ്തത്? അയാൾ പറയും, പടച്ചോനെ, ഞാൻ നിന്റെ മാർഗത്തിൽ ശക്തമായ യുദ്ധം ചെയ്തു. എത്ര ആളുകളെയാണ് ഞാൻ അരിഞ്ഞു വീഴ്ത്തിയത്. അങ്ങനെ നിന്റെ മാർഗത്തിൽ ഞാൻ ആ യുദ്ധത്തിൽ ഷഹീദായതല്ലേ റബ്ബേ. അങ്ങനെ അല്ലാഹു പറയുമെടോ, നീ പറഞ്ഞത് കളവാണ്, കവിത്ത, നീ പറഞ്ഞത് നുണയാണ്. നീ യുദ്ധം ചെയ്തു എന്നത് ശരിയാണ്. എന്തിനാ നീ യുദ്ധം ചെയ്തത്? നീ യുദ്ധം ചെയ്യുമ്പോൾ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ് ആഗ്രഹം? ഭയങ്കര യോദ്ധാവാൻ, ഭയങ്കര ധൈര്യശാലിയാണ്, ആളുകൾ അങ്ങനെ പറയണമെന്ന ഒരാഗ്രഹം നിന്റെ കൽബിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് നടന്നിട്ടുണ്ട്. നീ എനിക്ക് വേണ്ടി, എന്റെ പൊരുത്തത്തിന് വേണ്ടി, എന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്തിട്ടില്ല. പിന്നെ അയാളെ മുഖം കുത്തി വീഴുന്ന വിധത്തിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെ കൊണ്ടുവരുന്നതോ وقرأ القرآن آناء الليل والنهار. ഒരു പണ്ഡിതനെ കൊണ്ടുവരാൻ. അയാൾ ധാരാളം ഇൽമു പഠിച്ചിട്ടുണ്ട്, അയാൾ നന്നായി പഠിപ്പിച്ചിട്ടുമുണ്ട്, അയാൾ രാവും പകലും ധാരാളം ഖുർആൻ ഓതിയിട്ടുണ്ട്. അയാളെ കൊണ്ടുവന്നിട്ട് അല്ലാഹു അയാൾക്ക് ചെയ്തൊത്ത നിഅമത്തുകളൊക്കെ ബോധ്യപ്പെടുത്തും. എല്ലാം അയാൾക്ക് ബോധ്യപ്പെടും, എല്ലാം അയാൾ സമ്മതിക്കും. അപ്പൊ അല്ലാഹു ചോദിക്കോടോ, എന്നിട്ട് നീ എന്താ എനിക്ക് വേണ്ടി ചെയ്തത്? അയാൾ പറയും, പടച്ചോനെ, ഞാൻ നിനക്ക് വേണ്ടി എത്ര ഇൽമ പഠിച്ചത്, എത്രയാ പഠിപ്പിച്ചു കൊടുത്തത്, എത്രയാ ഖുർആൻ ഓതിയത്. അല്ലാഹു പറയുമെടാ, കദബത, നീ പറഞ്ഞത് നുണയാണ്. നീ പഠിച്ചു, പഠിപ്പിച്ചു, ഖുർആൻ ഓതി എന്നതൊക്കെ ശരിയാണ്. അതെന്തിനാ? നീ വലിയ പണ്ഡിതനാണ്, വലിയ പ്രഭാഷകനാണ്. അങ്ങനെ ആളുകൾക്കിടയിൽ ഒരു ഖ്യാതി കിട്ടണമെന്നായിരുന്നു നിന്റെ ലക്ഷ്യം. ആ കാര്യം നടന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി നീ പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചില്ല. സുമ്മ ഉമിറ ബിഹി, ഹബീബായ നബിതങ്ങൾ പറയുന്നുണ്ട്, യാരുടെ കാര്യത്തിലും കൽപ്പന വരും, മുഖം കുത്തി വീഴുന്ന വിധത്തിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്, അല്ലാഹു കാക്കട്ടെ. എന്നെ കൊണ്ടുവരുന്നതോ ഒരു സമ്പന്നനെയാണ്. ഇലാഹായ റബ്ബ് ധാരാളം പണം കൊടുത്ത സമ്പന്നനെ കൊണ്ടുവരും. അയാൾക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകൾ അയാളെ ബോധ്യപ്പെടുത്തും. എല്ലാം അയാൾക്ക് ബോധ്യപ്പെടും. അല്ലാഹു ചോദിക്കും, മാദാ അമിൽത ഫീഹാ, എന്നിട്ട് ദുനിയാവിൽ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? അയാൾ പറയും, റബ്ബേ, നിനക്ക് പൊരുത്തമുള്ള മാർഗത്തിലൊക്കെ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. പാവങ്ങളുടെ കല്യാണത്തിന് കൊടുത്തിട്ടുണ്ട്,
രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയവർക്ക് കൊടുത്തിട്ടുണ്ട്, പള്ളിക്ക്, മദ്രസക്ക്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അള്ളാഹു പറയും കലബത്ത വളരെ പറഞ്ഞത് കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, നീ കൊടുത്തത് നീ വലിയ ധർമ്മിഷ്ഠനാണെന്ന് ആളുകൾ പറയണം, ആളുകൾക്കിടയിൽ ആ ഒരു പേരും പ്രശസ്തിയും പത്രാസും കിട്ടണം. ഇതായിരുന്നില്ല ലക്ഷ്യം, അത് നടന്നിട്ടുണ്ട്, എന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. അപ്പൊ എന്താണ് ഇതിനൊക്കെ നമ്മൾ പഠിക്കേണ്ട പാഠം? ആളുകൾക്കിടയിൽ പേരും പ്രശസ്തിയും ഉണ്ടായത് കൊണ്ട് ഇതിനടിയിൽ നമുക്ക് ഗുണം കിട്ടൂല. ഇവിടുന്ന് പോയാൽ ഗുണം കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമാനങ്ങൾ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ നിയ്യത്ത് ഉണ്ടാക്കി തരട്ടെ. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ അമലിലും നിയ്യത്ത് നന്നാക്കണം. വഫാത്തിന്റെ ഘട്ടത്തിൽ മഹാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കളെ നിങ്ങൾ സ്നേഹിക്കണം. ഔലിയാക്കളോട് മഹബത്ത് വേണം. എന്തിനാ നമ്മൾ ഔലിയാക്കളെ ഇഷ്ടപ്പെടുന്നത്? മുഹീദ്ദീൻ ശൈഖ് തങ്ങളോട് ഇഷ്ടമാണ്, ഇഫായി ശൈഖ് തങ്ങളോട് ഇഷ്ടമാണ്, അജ്മീർ ഖാജ തങ്ങളോട് ഇഷ്ടമാണ്, മമ്പുറം തങ്ങളോട് ഇഷ്ടമാണ്, തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരോട് ഇഷ്ടമാണ്, മടവൂർ CM വലിയുള്ളാഹി തങ്ങളോട് ഇഷ്ടമാണ്, ഭയങ്കര ആദരവാണ്, ഇഷ്ടമാണ്. എന്താണ് ഈ ഇഷ്ടത്തിന് കാരണം? അവര് അല്ലാഹുവിന് വേണ്ടി സമർപ്പണം നടത്തിയവരാണ്. അവർ അവരുടെ താല്പര്യത്തെക്കാൾ അല്ലാഹുവിന്റെ താല്പര്യം തെരഞ്ഞെടുത്തവരാണ്. അതുകൊണ്ടല്ലേ നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെന്താ മറ്റെന്തെങ്കിലും കണ്ടിട്ടാണോ? അവരെ അവര് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന് വേണ്ടി, അവര് തടഞ്ഞു വെച്ചെങ്കിൽ അതും അല്ലാഹുവിന് വേണ്ടി, അവര് ദേഷ്യപ്പെട്ടെങ്കിൽ അതും അല്ലാഹുവിന് വേണ്ടി, അവര് സ്നേഹിച്ചെങ്കിൽ അതും അല്ലാഹുവിന് വേണ്ടി. അപ്പോൾ അവരുടെ ഈമാൻ കാമിലായി. അങ്ങനെ എല്ലാം ഇലാഹായ റബ്ബിന് വേണ്ടി സമർപ്പിച്ചത് കൊണ്ട് അവരോട് ഇഷ്ടം. അല്ലാഹു ഔലിയാക്കളെ സ്നേഹിക്കുന്നവരിൽ നമ്മൾ പെടുത്തി തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ഒരു മജ്‌ലിസിലൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ പങ്കെടുക്കുന്നതും ആ ഒരു മഹബത്തും കൂടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൽബിലുള്ളത് കൊണ്ടാണല്ലോ. യാ അല്ലാഹ്, നീ സ്വീകരിക്കണമേ റബ്ബേ, നീ സ്വീകരിക്കണമേ റബ്ബേ. അവരോടൊരു ദേഷ്യം, അകൽച്ച നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലാഹുവാണ് അത്തരക്കാരോട് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. മൻ ആദാലി വലിയൻ ആദൻതുഹു ബിൽ ഹർബ്. എന്റെ വലിയനോട് ഒരാൾ ശത്രുത വെച്ചു, ആ വലിയിൽ നിന്ന് ആളുകളെ അകറ്റാൻ ശ്രമിച്ചു, എന്നാൽ അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞത് അല്ലാഹുവാണ്. പടച്ച റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ശൈഖ് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഔലിയായിനെ നിങ്ങൾ സ്നേഹിക്കണം. വലാ തമീലു ഇല ദുനിയാ ഫഇന്നഹാ ദാറു ഫനാ. ആഖിറം മറന്ന് ദുനിയാവിലേക്ക് നിങ്ങൾ ചായണ്ട. ആഖിറം മറന്നിട്ട് ദുനിയാവിന്റെ ആളായി അങ്ങ് മാറുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. പടച്ച റബ്ബേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ദുനിയാവ് വേണ്ടേ? വേണം, ഉണ്ടായിക്കോട്ടെ. പക്ഷേ ആഖിറത്തേക്കാൾ വില കൽപ്പിക്കുന്ന ദുനിയാവ് അത് വലിയ നാശായിരിക്കും. അല്ലാഹു കാക്കട്ടെ. ഇപ്പൊ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കോടീശ്വരനാണ്. പക്ഷെ അവരൊക്കെ സാഹിദികളായിരുന്നു. കൽബിലേക്ക് ഒന്നും കയറിയിട്ടില്ല. ഈശയിലുണ്ടായിക്കോട്ടെ, കയ്യിലുണ്ടായിക്കോട്ടെ, കൽബിലേക്ക് കയറുമ്പോഴാണ് പ്രശ്നം. അതിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ശൈഖ് അവർകളോട് ഒരിക്കൽ തന്റെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ശൈഖേ, അങ്ങയുടെ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, വലിയ നാശത്തിൽപ്പെട്ടിരിക്കുന്നു. അല്പനേരം ഇങ്ങനെ ആലോചിച്ച് ശൈഖ് പറയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നീട് ഈ കൂട്ടർ വന്നിട്ട് പറയുന്നുണ്ട്, ശൈഖേ ക്ഷമിക്കണം, ആ മുങ്ങിയ കപ്പൽ, അപകടത്തിൽപ്പെട്ട കപ്പൽ നിങ്ങളുടേതല്ല, മാറിപ്പോയതാണ്. അപ്പോഴും ഒരല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ശൈഖ് പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഇവർ ചോദിച്ചു, അല്ല ശൈഖേ, കപ്പൽ അപകടത്തിൽപ്പെട്ട് വൻ നാശമുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അല്പനേരത്തെ ആലോചന
ശേഷം നിങ്ങൾ പറഞ്ഞത് അൽഹംദുലില്ലാഹ്, ആ കപ്പൽ നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ പറഞ്ഞത് അൽഹംദുലില്ലാഹ്. ഇതെന്തേ കാര്യം? അപ്പൊ ഷേഖിന്റെ മറുപടി, നിങ്ങളെ ആ കപ്പൽ അപകടത്തിൽപ്പെട്ട് വലിയ നാശമുണ്ടായി എന്ന് പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, അല്ലാഹ്, അതിന്റെ പേരിൽ ഒരു പ്രത്യേകമായ സങ്കടം, ദുഃഖം എന്റെ ഹൃദയത്തിൽ വന്നോ? അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, അങ്ങനെ പ്രത്യേകമായ ദുഃഖമോ സങ്കടമോ എന്റെ ഹൃദയത്തിൽ വന്നിട്ടില്ല. അതിന് ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. പിന്നീട് നിങ്ങൾ എന്നോടാ നശിച്ചത് നിങ്ങളുടെ കപ്പലല്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു, അല്ലാഹ്, എന്റെ ഹൃദയത്തിൽ അതിന്റെ പേരിൽ വല്ല സന്തോഷവും വന്നോ? എനിക്ക് ബോധ്യപ്പെട്ടു, സന്തോഷം വന്നിട്ടില്ല. അപ്പോഴും ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. നമുക്കിവിടെ ജലാലിയാറാത്തീവിലും പ്രാർത്ഥനയ്ക്കൊക്കെ നേതൃത്വം നൽകാൻ മഹാനായ സയ്യിദ് ഫദ്ൽ തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു മഹാനവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ദുനിയാവ് ഉണ്ടാവാം, പക്ഷേ ആഖിറത്തേക്കാൾ വില കൽപ്പിക്കുന്ന ദുനിയാവ് കൊണ്ട് നമുക്കൊന്നും നേടാനില്ല. ദുനിയാവ് കൊണ്ട് വഞ്ചിതരാകുന്നതാരാ? ഒന്ന് ശ്രദ്ധിക്കണേ. ദുനിയാവ് കൊണ്ട് വഞ്ചിതരാകുന്നത്, അല്ലാഹു ദുനിയാവൊക്കെ കൊടുത്തിട്ടും എന്തെങ്കിലും ഒന്ന് ആഖിറത്തിന് വേണ്ടി അതിൽ നിന്ന് നീക്കിവെക്കാൻ കഴിയാത്തവർ, ആഖിറത്തിലെ ലാഭത്തിനും സന്തോഷത്തിനും വേണ്ടി ഒന്നും നീക്കിവെക്കാൻ കഴിയാത്തവർ, അവരാണ് സത്യത്തിൽ ദുനിയാവ് കൊണ്ട് പരാജയപ്പെടുന്നവർ. നമുക്ക് ദുനിയാവ് ഇങ്ങനെ കിട്ടുമ്പോ നമ്മൾ ദുനിയാവിലെ സൗകര്യങ്ങൾ കൂട്ടാൻ വേണ്ടി പലതും ചെയ്യും. എങ്കിൽ അല്ലാഹ് ഇലാഹായ റബ്ബിനിക്കു തന്ന ദുനിയാവ് കൊണ്ട് ആഖിറത്തിന്റെ സന്തോഷത്തിനായി ഞാൻ എന്ത് നീക്കി വെച്ചു? അതൊരു വലിയ ചോദ്യമല്ലേ. ഇവിടെ എത്ര മുതലുണ്ടെങ്കിലും ഈ ഭൗതികമായ ദുനിയാവിൽ നിന്ന് അവസാനം നമ്മൾ കൊണ്ടുപോകുമ്പോൾ എന്താണ് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്? എന്താ ഉണ്ടാവുക? نصيبك مما تجمع الدهر كله رداء تدرج فيهما ضاحنوت. സഹോദര സഹോദരി ശ്രദ്ധിക്കണേ, ഈ പറയുന്നതിന്റെ പൊരുളെന്തെന്ന് ഉൾക്കൊള്ളണേ. നസീബുക മിമ്മാ തജ്മഉ الدهر كله رداء تدرج فيهما ضاحنوت. നിന്റെ ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ നാളെ നിന്നെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ഈ ദുനിയാവിൽ നിന്ന് ആകെ നിന്റെ ഓഹരിയായി ഖബറിലേക്ക് ലഭിക്കുന്നത് 2-3 കണ്ടം പുണ്യാണ്, പിന്നെ ഇച്ചിരി പരിത്യാണ്. അല്ലാതെ എന്താ ഉണ്ടാവുക? ഒരാൾക്കൊരു 10 ടെക്സ്റ്റൈൽസ് ഉണ്ട് എന്ന് വിചാരിക്കുക, എന്നാൽ ഒരു 10 തുണിയിൽ അയാളെ പൊതിയാന്ന് പറയോ? പറയൂല. അതുകൊണ്ട് ഇതെല്ലാം അല്ലാഹു തന്ന ചില താൽക്കാലിക സൂക്ഷിപ്പ് സ്വത്താണ്. ഈ പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഒരു പക്ഷേ നമ്മുടെ സ്വത്തിന്റെ അവകാശി മാറിയേക്കാം. ഇല്ല എന്ന് ആർക്കാ ഉറപ്പ് പറയാൻ കഴിയാം? നമ്മുടെ പേരിലുള്ള സ്വത്ത് ഈ പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഒരു പക്ഷേ സ്വത്തിന്റെ അവകാശി, നിങ്ങൾക്ക് പറഞ്ഞ പറ്റിയില്ലേ, സ്വത്തിന്റെ അവകാശി മാറിയേക്കാം. ഇല്ലാന്ന് ആർക്ക് ധൈര്യം പറയാൻ കഴിയും? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഈ മുബാറക്കായ മജ്‌ലിസിൽ വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്താണ്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ നീക്കി വെക്കണം. യാഹായ റബ്ബിന്റെ മസ്ജിദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ
എന്തെങ്കിലുമൊക്കെ ഒന്നായി നമ്മളെ സ്വത്ത് കണക്ട് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ ഒരു സന്തോഷം ആഖിറത്തിൽ കൂടി അനുഭവിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറണം. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ കടവുമായി മുന്നോട്ട് പോവാന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ അള്ളാഹു സ്വത്ത് തന്നിട്ട് നമ്മളൊക്കെ ഇവിടെ ജീവിക്കുമ്പോ ഇവിടെ ഇങ്ങനെ കടവായിട്ട് മുന്നോട്ട് പോവാന്ന് പറഞ്ഞാൽ അതൊരു മുഅ്മിനായ മനുഷ്യന് സഹിക്കാവുന്നതിലും അപ്പുറാൻ. പ്രിയപ്പെട്ട സംഘാടകർ, കമ്മിറ്റി ഭാരവാഹികൾ എന്നോട് പറഞ്ഞു, ഭക്ഷണമൊക്കെ വെക്കാനുള്ള സ്ഥലത്ത് സീറ്റിട്ടതുമായി ബന്ധപ്പെട്ട് കുറച്ച് കടങ്ങളുണ്ട്. മുമ്പത്തെ ചില കടങ്ങളും ഈ സീറ്റിട്ടതുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 10-60,000 റുപ്യ കടത്തിലാണ് പോകുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ കഴിയുന്ന ഒരു 10-60 ആളുകള് അതിലേക്ക് ഒരു 500, 1000, 2000 ആയിട്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ മസ്ജിദുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കൊക്കെ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഈ സംവിധാനം അത് കടത്തോടുകൂടെ മുന്നോട്ട് പോകരുത് എന്ന താല്പര്യത്തോടെ നമ്മൾ ഓരോരുത്തരുമായിട്ട് ചെറിയ തോതിൽ സഹകരിച്ചാൽ നടക്കൂലേ? ഞങ്ങളുടെ അഭിപ്രായം എന്താ ഉണ്ടില്ലേ? അപ്പൊ കഴിയുന്നവരൊക്കെ ഒരു റുപ്യ ആ കടം വീട്ടുന്നതിലേക്ക്, ആ സീറ്റിട്ടതിലേക്ക് ഒന്ന് നിയ്യത്ത് ചെയ്ത് വെക്കി. മഹാനായ സയ്യിദ് അവറുകൾ നമുക്ക് ദുആ ചെയ്യും. മുഅ്മിൻ 2000 കഴിയുന്നവരങ്ങനെ, 1000 കഴിയുന്നവരങ്ങനെ, 500 കഴിയുന്നവരങ്ങനെ ഈ ഒരു മജ്ലിസിൽ നിന്ന് ആ ഒരു സ്വതക്കയുടെ പുണ്യം കൊണ്ട് എന്തെല്ലാം ഖൈറിന്റെ വാതിൽ നമുക്ക് തുറന്നു കിട്ടാനുണ്ടോ അത് തുറന്നു കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു റാഹത്ത് നൽകട്ടെ, അല്ലാഹു നമുക്ക് ആഖിറത്തിലേക്ക് ഒരു മുതൽക്കൂട്ടാക്കി തരട്ടെ. ഒരു 7 തവണ നിങ്ങൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ആ ദിക്റൊന്ന് ചൊല്ലി ഇതിലേക്ക് ഈ മജ്ലിസിൽ വെച്ച് നിയ്യത്ത് ചെയ്യുന്നവർക്ക് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ റാഹത്തായി കിട്ടാൻ, സലാമത്തിന്റെ വാതിൽ തുറന്നു കിട്ടാൻ ഒന്ന് നമുക്ക് ദുആ ചെയ്യാം. ഒരു 7 തവണ ചൊല്ലി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. الله رب الرحمن الرحيم غفور جواد ستار فتاح ودود حفيظ مؤمن مهيمن ملك جبار قدوس وهاب മുതകബ്ബിർ. മഹാനായ യൂനുസ് നബിയെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കാരണമായ ഈ ദിക്ർ ചൊല്ലി ഞങ്ങൾ നിന്നോട് തേടുകയാണ്. ദുആക്ക് ഇജാബത്ത് നൽകണമേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കണമേ തമ്പുരാൻ. അല്ലാഹുവേ, നിന്റെ മസ്ജിദുമായി ബന്ധപ്പെട്ട് ദീനീ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ ചെറിയ ഒരു കടം അതങ്ങ് വീട്ടുന്നതിലേക്ക് ഈ മുഅ്മിനീങ്ങളോട് ചെറിയ ഒരു സഹായം ചോദിച്ചപ്പോ അത് മനസ്സിൽ നിയ്യത്ത് ചെയ്തവരെ നീ ഏറ്റെടുക്കണമേ അല്ലാഹ്. എല്ലാ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും സന്തുഷ്ടിയും കുടുംബത്തിൽ പരസ്പര സ്നേഹവും ഐക്യവും ഒരുമയും അവർക്ക് നീ വിധിക്കണമേ തമ്പുരാനെ. ഖൈറിന്റെ വാതിലുകളൊക്കെയും നീ തുറന്ന് കൊടുക്കണമേ അല്ലാഹ്. ഷർറിന്റെ എല്ലാ വാതിലുകളും അവരെ തൊട്ട് കുടുംബത്തെ തൊട്ട് അടക്കണമേ റബ്ബേ. അല്ലാഹുവേ റബ്ബേ, യാ റബ്ബ ജിബ്രീൽ വയാ റബ്ബ മീകായിൽ വയാ റബ്ബ ഇസ്റാഫീൽ വയാ റബ്ബ അസ്റായീൽ വയാ റബ്ബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ കബൂലാക്കണേ അല്ലാഹ്. ഇജാബത്ത് നൽകണമേ അല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. സയ്യിദ് അവറുകളെ ഇവിടെ എത്തിയിട്ട് നമ്മൾ കൂടുതൽ വരക്കുന്നത് ശരിയല്ല. ഏതായാലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോ മനസ്സിൽ നിയ്യത്ത് ചെയ്തില്ലേ?
എന്താ പതി മനുഷ്യന്മാരെ അല്ലേ? ആരെങ്കിലും ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ഉദ്ഘാടനം അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി പ്രത്യേകം ഇങ്ങനെ മാഷാ അല്ലാഹ്, അല്ലാഹുവേ വലത് കയ്യിൽ കിതാബ് വാങ്ങാൻ തൗഫീഖ് നൽകണേ റബ്ബേ, വലത് കയ്യിൽ കിതാബ് വാങ്ങാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ഇങ്ങനെ ഓരോരുത്തരോടായി പ്രത്യേകിച്ച് വാങ്ങണ്ടല്ലോ, തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? മാഷാ അല്ലാഹ്. അല്ലാഹുവേ വലത് കയ്യിൽ കിതാബ് വാങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു രോഗങ്ങൾക്കൊക്കെ ഒരു ശിഫയാക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകട്ടെ. പല മുസീബത്തുകളൊക്കെ അല്ലാഹു തട്ടി നീക്കട്ടെ. ഈമാനും ഹിക്മത്തും മഅരിഫത്തും കൊണ്ട് അല്ലാഹു തആല ഖൽബ് നിറച്ചു കൊടുക്കട്ടെ. അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഖബറും മഹ്ശറയും അവർക്കും മരണപ്പെട്ടവർക്കും സന്തോഷാക്കി കൊടുക്കണേ റബ്ബേ. ബിസ്മില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ. കണക്കാക്കിയ ആപത്ത് ബലാ മുസീബത്തുകൾ അല്ലാഹു തട്ടി നീക്കട്ടെ. അല്ലാഹുവേ നിന്റെ കടം വീട്ടുന്നതിലേക്ക് സഹായിച്ചവർക്കും അവരുടെ കുടുംബത്തിനും ഒരു കടവും നീ വരുത്തരുതേ പടച്ചോനെ. റഹ്മാനായ റബ്ബേ ഈമാനും ഹിക്മത്തും നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. കണക്കാക്കിയ ആപത്ത് ബലാ മുസീബത്തുകൾ തട്ടി നീക്കണമേ അല്ലാഹ്. കുടുംബത്തിലൊക്കെ എല്ലാ ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. പടച്ചോനെ റബ്ബേ നിന്റെ മാർഗത്തിൽ ഒരു സഹായം ചോദിച്ചപ്പോൾ ഇത്ര താല്പര്യത്തോടു കൂടെയാണ് മുഅ്മിനീങ്ങൾ നൽകുന്നത്. അവർക്ക് ഒരിക്കലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നീ വരുത്തരുതേ പടച്ചോനെ. അവരുടെ കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യവും നീ നൽകണേ റബ്ബേ. സംസ്കാരത്തിലൊക്കെ ഖുശൂഅ് നൽകണേ അല്ലാഹ്. മരണം വരെ കാൽമുട്ടും നെറ്റൊക്കെ നിലത്ത് വെച്ച റാഹത്തായി സുജൂദ് ചെയ്യാനുള്ള തൗഫീഖ് അവർക്ക് നീ നൽകണമേ റബ്ബേ. നിങ്ങൾ ഇപ്പൊ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ നിയ്യത്ത് ചെയ്തു വെച്ചോളൂ. ഏതായാലും അള്ളാഹുവിന്റെ കടം വീട്ടുന്നതിലേക്ക് ചോദിച്ചപ്പോഴാണല്ലോ നല്ല താല്പര്യത്തോടുകൂടെ നിങ്ങൾ നൽകാൻ തയ്യാറായത്. വെറുതാകൂല. അള്ളാഹുവെ വെറുതാക്കരുതേ പടച്ചോനെ. അള്ളാഹുവെ വെറുതാക്കരുതേ റബ്ബേ. അള്ളാഹുവെ ഇതെല്ലാ കടങ്ങളും വീടാൻ കാരണമാക്കണമേ റബ്ബേ. ഇത് മഴീഷത്തിന്റെ വഴി സന്തോഷത്തിലാവാൻ കാരണമാക്കണേ റബ്ബേ. ജ്യേഷ്ഠനും ബാപ്പയും മരണപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അതുപോലെ ഉമ്മ സ്ട്രോക്ക് വന്ന് വിഷമത്തിലാണ്. ആ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ് ആശയേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. ആ ഉമ്മയുടെ പ്രയാസം നീ പരിഹരിക്കണമേ റബ്ബേ. എല്ലാ സലാമത്തും നീ നൽകണമേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ തൽക്കാലം കാശ് കയ്യിലുള്ളവർ കുറച്ച് ആളുകളോട് കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. കഴിയുന്നവരൊക്കെ പെട്ടെന്ന് കഴിയില്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിലും ആ കടം വിടണം. കടത്തോടുകൂടെ നമ്മൾ അങ്ങനെ സംവിധാനങ്ങളൊന്നും മുന്നോട്ട് പോകരുത്. അള്ളാഹു മരണം വരെ ഒരു കടമില്ലാതെ നമുക്ക് എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ കാര്യം പ്രത്യേകിച്ച് സഹോദരിമാര് നിങ്ങളെ പരിസരത്ത് ബക്കറ്റ് വരും. നിങ്ങളാ ഈ വിഷയങ്ങളൊക്കെ നിയ്യത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് അതിലേക്ക് കഴിയുന്നത് പോലെ സഹായം നൽകണം. മഹാനായ സയ്യിദ് അവർകൾ അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മളിൽ ഓരോരുത്തരുടെയും മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കട്ടെ. നമ്മുടെ ഹംദ ഫൗണ്ടേഷനിൽ സേവനം ചെയ്യുന്ന വാഫി ഉസ്താദിന്റെ ഇവിടെ വലിയ സേവനങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അതൊക്കെ കബൂലാക്കുമാറാവട്ടെ. ഒരുപാട് ഉസ്താദുമാരുണ്ട്. ഒരുപാട് സാലിഹീങ്ങളായ മുഅ്മിനീങ്ങൾ സംഗമിച്ച അനുഗ്രഹീത മജ്ലിസാണ്. റഹ്മാനായ റബ്ബ് ഇജാബത്ത് കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.